Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. This is your third day, right? മൂന്നാമത്തെ ദിവസമല്ലേ ക്ലാസ് തുടങ്ങിയിട്ട്? ആണോ? Yes. ഓക്കെ, എന്റെ പേര് നിങ്ങൾക്ക് അവിടെ പ്രൊഫൈലിൽ കാണാം, ഇഷ ഗേസ്. ഐ ഹോപ്പ് ഈ പ്രൊഫൈലിൽ കാണുന്നതെല്ലാം നിങ്ങളുടെ സ്വന്തം പേരാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ആ പേരിലേ വിളിക്കുള്ളൂ, വേറെ പേര് എനിക്കറിയില്ല. ഓക്കെ, സോ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. യു നോ ദ വേ, നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ക്ലാസ് പോകുന്നത് എന്നുള്ളത്. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ പ്രെയർ. ആരാന്ന് പ്രെയർ ചെയ്യാം? യെസ്, പ്രെയറില്ലേ? പ്രെയർ ആരുമില്ലേ? ആരുമില്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രെയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? സൈലന്റ് പ്രെയർ മതിയോ? Prayer is just for preparing our mind. നമ്മുടെ മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രെയർ. നത്തിങ് റിലീജിയസ്. ഓക്കെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കുറേ പ്രെയർ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ആ സ്കൂൾ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രെയർ. പല ബാച്ചിലും കുട്ടികൾ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സമയത്ത് പ്രെയർ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ശരിക്കും മനസ്സ് അന്നത്തെ ആ ക്ലാസ് റൂമുകളിലേക്കും സ്കൂളിലേക്കൊക്കെ ഓടി പോവായിരുന്നു, ഗ്രൗണ്ടിൽ അസംബ്ലിയുമൊക്കെ. അപ്പൊ അവിടെ നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള പ്രെയർ ഒന്നും ആയിരുന്നില്ല, നത്തിങ് റിലീജിയസ്, ആ രീതിയിലുള്ള പ്രെയർ. അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ക്ലാസ് തുടങ്ങിയതിന്റെ ആയിരിക്കാം പ്രെയർ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു ഐഡിയ ആയി വരണേ ഉണ്ടാവുള്ളൂ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രെയറോട് കൂടിയാണ്. എല്ലാവരും ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ദിവസവും ഓരോരുത്തരായിട്ട് പ്രെയർ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ദിവസവും ഇങ്ങനെ സൈലന്റ് പ്രെയറിലൂടെ പോകേണ്ടി വരും. സൈലന്റ് പ്രെയർ ഈസ് ഗുഡ്, ഒരു മെഡിറ്റേഷൻ പോലെയാണ്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. തന്നെ പ്രെയർ എഴുതാൻ പറ്റുവാണെങ്കിൽ തന്നെ എഴുതുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർ ലാംഗ്വേജസ് ഒക്കെ ആകുമ്പോൾ നമ്മൾക്കൊന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ തരണം എന്താ മീൻ ചെയ്യുന്നുള്ളത്. കാരണം കേൾക്കുമ്പോൾ രസം തോന്നും, പക്ഷെ മീനിങ് അറിയാതെ ഞങ്ങൾ ഇരിക്കും. അങ്ങനെയൊക്കെ കുട്ടികൾ അറബിയിൽ ചെയ്യാറുണ്ട്, ഉറുദുവിൽ ചെയ്യാറുണ്ട്, കന്നഡയിൽ പ്രെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഹിന്ദിയിൽ ചെയ്യാറുണ്ട്, സംസ്കൃതത്തിൽ പ്രെയർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അവരതിന്റെ മീനിങ് പറഞ്ഞുതരും. അത് കേൾക്കുമ്പോൾ ഒരു രസം, ഒരു വെറൈറ്റി അല്ലെ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രെയറോട് കൂടിയാണ്. അതിനുശേഷം ക്ലാസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ മുന്നോട്ട് വരണം. സൈനിങ്, നമ്മൾ പ്രോഗ്രാമിലൊക്കെ ആങ്കറിങ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? പണ്ടുണ്ടായിരുന്ന രഞ്ജിനി ഹരിദാസ്, ഇപ്പൊ അങ്ങനെ കുറെ പേര് ആ സ്ഥാനം ഇപ്പോ ചെയ്യുന്നുണ്ടല്ലേ, ആങ്കറിങ്. അത് പ്രോഗ്രാം മാത്രമല്ല, മാരേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ളതിന്, എൻഗേജ്മെന്റ്, അങ്ങനെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടത്തുമ്പോൾ അത് ആങ്കർ ചെയ്യാനും കുട്ടികളൊക്കെ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ വരണം. സൈനിങ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. റേഡിയോ ജോക്കീസ് ഒക്കെ അവരുടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ വന്ന് സൈൻ ഇൻ ചെയ്ത് പിന്നെ സൈൻ ഔട്ട് ബൈ പറഞ്ഞു പോവാറില്ലേ? ലാസ്റ്റ് ക്ലാസ് തീരുമ്പോൾ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് സൈൻ ഔട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ആ ഒരു ദിവസത്തെ നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ചിന്തയെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഒരു തോട്ട് ഫോർ ദ ഡേ നിങ്ങൾക്ക് പറയാം. സ്വന്തമായിട്ടുള്ള തോട്ട് പറയാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കോട്ട് എടുത്തിട്ട് നമുക്ക് പറയാം. നമുക്ക് നമ്മളെ നല്ലപോലെ ഒന്ന് ആലോചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോട്ട്. ചിലരത് കഥയുടെ രൂപത്തിൽ സ്റ്റോറി പോലെ നറേറ്റ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, അത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പാട്ട് പാടണോ? നിങ്ങൾക്ക് പാട്ട് പാടാം. ഡാൻസ് ചെയ്യണോ? ഡാൻസ് ചെയ്യാം. നിങ്ങൾ ചെയ്തൊരു വർക്ക് ഹോൾ ക്ലാസ്സിൽ എല്ലാരെയും ഒന്ന് കാണിക്കണോ? വീഡിയോ ഓൺ ചെയ്ത് ആ വർക്ക് കാണിച്ചു കൊടുക്കാം. ആ വർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കണോ? നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. ദിസ് ഇസ് യുവർ പ്ലാറ്റ്ഫോം. നമ്മൾ ഒരുമിച്ച് വളരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇവിടെ, അല്ലാണ്ട് സബ്ജക്ട് സ്റ്റഡിങ് അല്ല. PDF നോക്കിയിട്ട് അയ്യോ ഇത് ഞാൻ മുഴുവൻ കാണാതെ പഠിക്കണോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സബ്ജക്ട് സ്റ്റഡിങ് ഒക്കെ പണ്ടായിരുന്നു. ഞാനിപ്പോ 10th ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെല്ലാം പരീക്ഷ എഴുതിയ ഞാൻ 1994 10th SSLC എഴുതിയത് കേട്ടോ. സോ യു ക്യാൻ കാൽക്കുലേറ്റ് മൈ ഏജ്. അപ്പൊ 1994 ഞാൻ SSLC എഴുതിയത്. ആ ഒരു സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 500 മാർക്കിൽ കൂടുതൽ ഉണ്ടായിരുന്നു. 600 നമുക്ക് ടോട്ടൽ മാർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാവും. എന്നോട് പരീക്ഷ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടിച്ച് പാസ്സാവുമായിരിക്കും. ചിലപ്പോ എങ്ങാനും ഫെയിലായി പോവാനും ചാൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണത്? അന്ന് സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു അല്ലെ. നമ്മൾ കുറെ കാണാതെ പഠിക്കുന്നു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ ഒരു പഠന രീതിയെ നമുക്ക് പുറത്തേക്ക് കളഞ്ഞിട്ട് വേണം ഈ ക്ലാസ്സിലിരിക്കാൻ. സോ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം പറയാം. നമ്മളുടെ മുന്നിലേക്ക് വളരെ കൊച്ചു കുട്ടികളാണ് വരുന്നത്. അവരെയാണ് വളരെ ഡെലിക്കേറ്റ് ആണ്, സെൻസിറ്റീവ് ആണ് അല്ലെ. വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. അവരാണ് ആ ഒരു 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ മോണ്ടിസോറി മെത്തേഡിന്റെ ആ ക്ലാസ് റൂമിലെ കുട്ടികളുടെ ഇൻസ്പാൻ അതാണ് 3 to 6 years. അപ്പൊ ആ ഒരു ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾക്ക് നോക്കേണ്ടത്. അപ്പൊ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന് ഫൗണ്ടേഷൻ ഇടുന്ന പോലെ തന്നെ എല്ലാ ഡെവലപ്മെന്റിന്റെയും ബ്ലോക്സ് തുടങ്ങുന്ന ഫണ്ടമെന്റൽ ബേസ് ഫൗണ്ടേഷൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് അത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം. പരിചയപ്പെടലുകൾ ഓരോ ദിവസം കഴിയുന്നതോടെ നമ്മൾ കൂടുതൽ അറിയാനായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി. നമ്മുടെ ഒരു ഫുൾ ഡേ ക്ലാസ് അതിന് വേണ്ടിയിട്ട് പോകും. സോ ലെറ്റ് us see. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 2 ക്ലാസ് കഴിഞ്ഞു. 3ാമത്തെ ക്ലാസ് ഞാൻ വന്നിരിക്കുകയാണ്. സോ നമ്മളുടെ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടോ? എക്സാമിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയാസ് ടീച്ചേഴ്സ് ആരെങ്കിലും ഷെയർ ചെയ്തിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് അതിനെ പറ്റി ഒന്ന് പറയാം. കുറെ കൺഫ്യൂഷൻസ് വരും. അത് നമുക്ക് പതുക്കെ അതൊക്കെ മാറിക്കോളൂ കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ കുറെയൊക്കെ കേൾക്കുമ്പോ പിന്നെ പലർക്കും ഒരു ഇതുണ്ടാവും. കുറെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്, എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് ബുദ്ധിമുട്ടാവോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ബ്രേക്ക് എന്നൊരു കാര്യമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു സ്പാർക്ക് വന്നു, എനിക്കിത് പഠിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം, എനിക്കൊരു വരുമാനം വേണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ അപ്പൊ തോന്നുമ്പോ നമ്മൾ ആ ഒരു എനർജിയോട് കൂടിയാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അല്ലെ. പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് ആണ്, ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം. അത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പല സംഭവങ്ങളും അതിൽ വരും. കാരണം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതായത് ഇവിടെ നമ്മുടെ ഓഡിയോ ആൻഡ് വീഡിയോ, എന്റെ ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക് അല്ലെ. അതുപോലെ നിങ്ങൾ സംസാരിക്കുമ്പോഴും ഓഡിയോ ക്ലിയർ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു റൂൾ അങ്ങ് സെറ്റ് ചെയ്യാം. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാരും മിണ്ടാതിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ലിയ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? സോറി അറിയാം. നോ സോറി, അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പം അറിയണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ളപ്പോ മ്യൂട്ട് ഒന്ന് ഓൺ ആക്കുക, ഓൺ ചെയ്തിട്ട് സംസാരിക്കും. ഓക്കെ, എനി കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം അങ്ങ് ക്ലിയർ ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങൾ സംസാരിക്കും, ഞാനൊന്ന് കേൾക്കട്ടെ. കോഴ്സിനെ കുറിച്ച് എനിക്ക് ശരിക്കും ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരണം എന്ന് വിചാരിച്ച ദിവസം ഞാൻ സ്ഥലത്തുണ്ടായില്ല, എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല. അശ്വതി മിസ് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ എൻഗേജ് ചെയ്തു എന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. ഒന്നുമില്ല, എവറിത്തിങ് ക്ലിയർ. ഓക്കെ, എനിവേ കൺഫ്യൂഷൻ ഉണ്ട്. എന്തോ കൺഫ്യൂഷൻ ഉണ്ട്? ചോദിക്കൂ ലിയ, ചോദിക്കൂ. അതെ, ഈ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ അതേപോലെ തന്നെയാണോ ഇതിലുണ്ടാവുക? ഓൺലൈൻ ഇതാക്കാം. ഇന്നലെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ സാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ.
സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തൊന്നും ഉണ്ടാവൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് പറഞ്ഞത് അങ്ങനെ? ഉം? ആരാണ് പറഞ്ഞത് പുറത്തൊന്നും ഉണ്ടാകുന്നു? അല്ല ഇത് മാത്രല്ല പുറത്തുനിന്നും കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സാമിന് അങ്ങനെയൊക്കെ ഉണ്ടാവോ? പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ഉണ്ടാവോ? ആ കുറ്റവാളി ഞാനാണ് കേട്ടോ. പുറത്തുനിന്ന് പഠിപ്പിക്കുന്ന ആള് ഞാനാണ്. അതാ അല്ല അത് നല്ല ടഫ് ഉള്ളതൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഒരു ഇല്ല, ഒരിക്കലും ഇല്ല. ലിയ ബിരിയാണി ഉണ്ടാക്കുവോ? ഉണ്ടാക്കുവോ? ബിരിയാണി ഉണ്ടാക്കുവോന്ന്? കുക്ക് ചെയ്യോ? ബിരിയാണി ഉണ്ടാക്കുവോ? വെരി ഗുഡ്. ബിരിയാണി ഉണ്ടാക്കുമ്പോ ചുമ്മാ കുറെ അരിയും ഇപ്പൊ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ കുറെ ചിക്കനും കുറെ സാധനങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്താണ് ബിരിയാണി ഉണ്ടാക്കാറ്. നമ്മള് കറക്റ്റ് അളവ് നോക്കും അല്ലെ? കറക്റ്റ് എരിവ്, കറക്റ്റ് മസാല, കറക്റ്റ് ചോറിനനുസരിച്ച് പിന്നെ മസാല ആക്കണം. അങ്ങനെ ചോറിന് ആവശ്യമായ വെള്ളം, അല്ലെങ്കിൽ കുഴഞ്ഞാകെ നാശാവും പായസമാവും. ചിക്കൻ ആവശ്യത്തിന് വേവ്, ആവശ്യത്തിന് മസാല, ആവശ്യത്തിന് എരിവ്. കാരണം എല്ലാരും കഴിക്കുമ്പോ ഹായ് എന്ന് പറയണം അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ, അത് നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോഴും നമ്മളത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ആ പഠിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഈ പുറത്തുനിന്ന് വരുന്നത്. മനസ്സിലായത്? ഞാൻ എടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡോക്ടർ മറിയ മോണ്ടിസോറി ആരാന്നറിയാമോ? അത് ഇന്നലെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി കണ്ടുപിടിച്ച മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി. ലേഡിയാണ് അവര്. ആ ഡോക്ടർ മറിയ മോണ്ടിസോറി ഈ മെത്തേഡ് കണ്ടുപിടിക്കാനായിട്ട് അവരെ കുറെ അനാലിസിസും റിസർച്ചും നടത്തും. കുറെ പഠനങ്ങൾ നടത്തി അവര്. ചുമ്മാ ഒരു ദിവസം അവരൊരു എഴുതി ഉണ്ടായ മെത്തേഡല്ല. വളരെ വർഷങ്ങൾ അവരെ റിസർച്ച് ചെയ്ത് കുട്ടികളെ ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണ് ഇവർ ഈ മെത്തേഡ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവർ ഈ റിസർച്ച് ചെയ്യാനായിട്ട്, ഈ പഠനങ്ങൾ നടത്താനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത കുറെ വ്യക്തികളുണ്ട്. അവര് നേരിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യല്ല, അവരുടെ ഒബ്സർവേഷൻസ് ഇവര് നല്ല പോലെ മനസ്സിലാക്കി. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാകും എന്ന് ഈ പറയുന്ന സൈക്കോ അനാലിസ്റ്റുകൾ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. ഡോക്ടർ മറിയ മോണ്ടിസോറിക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അവർ എഴുതി വെച്ച കാര്യങ്ങൾ അത് മനസ്സിലാക്കി കുട്ടികളെ ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണ് അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അപ്പൊ നമ്മൾ മറിയ മോണ്ടിസോറിയുടെ ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അവര് റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നല്ലതായിരിക്കില്ലേ? ആണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മറിയ മോണ്ടിസോറി ആരുടെയൊക്കെ ഒബ്സർവേഷൻസ് ആണ് നോക്കിയത് അവരെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ല കേട്ടോ പരീക്ഷയ്ക്ക്. അതിൽ നിന്നും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഒരു ടഫും ഇല്ല. നിങ്ങളുടെ പ്രീവിയസ് ബാച്ചില് പരീക്ഷ എഴുതിയവരോടൊന്ന് ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഹെൽത്തിനെ കുറിച്ച് ഇംഗ്ലീഷ് കുറച്ച് ടഫ് ഉണ്ട്. അത് സാരില്ല, നല്ല ഇംഗ്ലീഷ് ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ക്ലാസ്സുമായിട്ട് ചേർന്ന് വരുമ്പോൾ മനസ്സിലാകും. അതൊരു ഭാഷയാണല്ലേ, ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ നല്ലപോലെ മലയാളം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അതായതുകൊണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ഫ്ലുവന്റ് ആവൂല. അതാണ് ദാറ്റ്സ് ഇനഫ്. അത് മതി. നമുക്ക് ആഗ്രഹം ഉണ്ടോ നമ്മളത് നേടിയിരിക്കും. അതിന് വേണ്ടിയിട്ടല്ലേ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്നേ. അതൊക്കെ നേടിത്തരാനല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നല്ല ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ബാക്കി ടീച്ചർമാരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ഇപ്പൊ പറഞ്ഞ ലീ ആയിരിക്കില്ല പിന്നീട് ഇംഗ്ലീഷിനെ പറ്റി പറയാം. അതിനെ കുറിച്ച് ഒപ്പം അറിയ ചെയ്യാം. ഓക്കെ, ഏത് ലെസൺ എടുത്തേന്ന് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? ഇംഗ്ലീഷിലാ? അല്ലല്ല, മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1 ഞാൻ ഡിസീസസ് ഇല്ലേ മാം? കോമൺ ഡിസീസസ്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണോ നിങ്ങൾക്ക് തുടങ്ങിയത്? യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? അശ്വതി മിസ് ആണോ എടുത്തേ? അശ്വതി മിസ്, മുക്കാക്കാപ്പുള്ളിയുള്ള ഒരു മിസ്. അപർണ മിസ് ആണോ എടുത്തേ? ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിരുന്നോ? പിന്നെ ഇംഗ്ലീഷ് ആക്ച്വലി
ഞാൻ ഏത് ലെസൺ എടുക്കണം എന്ന് പറഞ്ഞു ചോദിച്ചുകൊണ്ട് അവർണംസിൽ വിളിച്ചിട്ട് ക്ലാസ്സിലായിരുന്നു തോന്നുന്നു. എനിവേ നമ്മൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഹെൽത്ത്, കാരണം അശ്വതി മിസ് ആയിരിക്കും ചിലപ്പോൾ യൂണിറ്റ് 1 നിങ്ങൾക്ക് എടുക്കുന്നത്. സോ യൂണിറ്റ് 2 ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അപ്പം മറിയ മോണ്ടിസോറിയെ നിങ്ങൾക്ക് അറിയാം. മോണ്ടിസോറി മെത്തേഡ് കണ്ടുപിടിച്ച ഒരാളാണെന്ന് പറഞ്ഞു. മറിയ മോണ്ടിസോറി ഇറ്റലിയിലാണ് ജീവിച്ചിരുന്നത് അല്ലെ? അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 19th സെഞ്ചുറി. ആ സമയത്ത് ടെക്നോളജി ഒന്നും ഒട്ടും ഡെവലപ്പ് ആയിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. ഒരു സെക്കൻഡ്, എന്റെ മോൾ ഇവിടെ ഉള്ള ഇച്ചിരി സൗണ്ട് കൂടുതലായിട്ട് സിനിമ ചെയ്യുമ്പോൾ പോയാ. ഞാനിവിടെ എന്റെ വീട്ടിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ ബാക്കി ടീച്ചേഴ്സ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് നമ്മുടെ സാറും മാമും എല്ലാം തന്നിട്ടുണ്ട്. 2 സാറുമാരും മാമും തന്നിട്ടുണ്ട് സ്മാർട്ട് ശ്രീന്ന്. വീട്ടിലിരുന്ന് എനിക്ക് എടുക്കാനായിട്ട് പറ്റും. എനിക്ക് എന്റെ വീട് പറവൂർ തന്നെയാണ്. ഓക്കെ ഫൈൻ. സോ നമ്മൾ മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ് പറഞ്ഞത്. മറിയ മോണ്ടിസോറി കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഇത്ര ഡെവലപ്ഡ് ഒന്നും ആയിരുന്നില്ല ആ ഒരു സമയത്ത്. ആ സമയത്താണ് അവർ ഈ മെത്തേഡ് ചെയ്തത്. നമുക്കറിയാം, ഏതൊരു പുതിയ കാര്യം വന്നാലും കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് ഔട്ട്ഡേറ്റഡ് ആയി പോകും, കാലഹരണപ്പെട്ടു പോകും. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷും കൂടെ ഒന്ന് ഫെമിലർ ആകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനത് മലയാളത്തിലേക്കും പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. മിക്സഡ് ലാംഗ്വേജിലായിരിക്കും ഞാൻ മിക്കവാറും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അത് നമ്മളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഹസീന എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, എനിക്ക് രഞ്ജുഷയും പിന്നെ രമ്യയും എന്തോ സംസാരിച്ചിരുന്നു ഇതിനിടയ്ക്ക്. പോഷന്റെ കാര്യം പറയുമായിരുന്നു. അതെ അതെ, പോഷന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാലം. അപ്പൊ നമുക്ക് എന്തും അറിയാം. പുതിയ പുതിയ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഔട്ട്ഡേറ്റഡ് ആകും. അടുത്ത വർഷം ആകുമ്പോൾ പുതിയ കാര്യമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഡ്രസ്സിന്റെ കാര്യം തന്നെ. ഈ ഒരു ഓണം സെലിബ്രേഷൻ ഇട്ട ഒരു പാറ്റേൺ ആയിരിക്കില്ല നെക്സ്റ്റ് ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, അങ്ങനെ ഓരോന്നിനും വരുന്നത്, ഓരോ ആഘോഷങ്ങൾക്ക് വരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കാലഹരണപ്പെട്ടു പോകും, ഔട്ട്ഡേറ്റഡ് ആയി പോകാറുണ്ട്. പക്ഷേ മോണ്ടിസോറി മെത്തേഡ് ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും പോപ്പുലർ ആവുകയാണ് ചെയ്തത്. അന്നത്തെ കാലഘട്ടത്തിൽ അംഗൻവാടികളിലും സ്കൂളുകളിലുമെല്ലാം ഈ മെത്തേഡ് യൂസ് ചെയ്തു തുടങ്ങി, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ. അപ്പൊ അതിനർത്ഥം മറിയ മോണ്ടിസോറി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. നമ്മളുടെ ഗാന്ധിജി ഉള്ള സമയത്താണ് അവർ ഇന്ത്യ വിസിറ്റ് ചെയ്തത്. കാരണം യൂറോപ്യൻ കൺട്രിയിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് ഹിറ്റ്ലറും മുസോളിനിയും ജർമ്മനിയിലും ഇറ്റലിയിലും ഇവരുടെ 2 പേരുടെയും ഏകാധിപത്യം മൂലമുള്ള ഒരു ദുഷ്ഭരണമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 2 പേരായിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും. ഇവര് മോണ്ടിസോറി മെത്തേഡ് ബാൻ ചെയ്തു. അവിടെ മോണ്ടിസോറി സ്കൂളുകളെല്ലാം ക്ലോസ് ചെയ്തു. മറിയ മോണ്ടിസോറി ലോകം മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു. അവർക്ക് ഏറ്റവും ആപ്റ്റ് പ്ലേസ് ഇന്ത്യ ആയിരുന്നു. അവർ ഏഷ്യൻ കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ കുറേ നാൾ അവരുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലുള്ള സമയത്ത് ഗാന്ധിജി ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഗാന്ധിജിയുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ ഈ ഒരു മെത്തേഡ് തുടങ്ങി, അംഗൻവാടികളിൽ തുടങ്ങി. ഇപ്പോഴും അംഗൻവാടികളിലെ ചില ബേസിക് കാര്യങ്ങൾ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി ഒരു കുട്ടി ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോയപ്പം അവിടെ വർണ്ണക്കൂടാരം എന്നും പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട്. അത് മോണ്ടിസോറി മെത്തേഡിൽ തന്നെയാണ് ആ പ്രോഗ്രാം പോകുന്നത്. അത്രയ്ക്കും പോപ്പുലർ ആയ ഒരു മെത്തേഡാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. ഇനി മറിയ മോണ്ടിസോറിയുടെ ഒരു ഹിസ്റ്ററിയെ പറ്റി ഞാൻ പറയാം. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവരുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അത്ര രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലമായിരുന്നില്ല. നമുക്ക് ഇപ്പോഴും അറിയാം, ഇന്ത്യയുടെ പല ഭാഗത്തും നോർത്ത് ഇന്ത്യയിലെ കൂടുതലും റിമോട്ട് ഏരിയയില് പെൺകുട്ടികൾക്ക് അങ്ങനെ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ അതൊക്കെ മാറി വന്നിട്ട് കുറേ നാളുകളായി അല്ലെ. അപ്പോ അവര് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുക. പണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അധികം പഠിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണമൊക്കെ കഴിച്ചു വിടും. പെൺകുട്ടികളെ വിദ്യാഭ്യാസം അങ്ങനെ കൊടുത്തിട്ടുണ്ടായില്ലായിരുന്നു. അപ്പൊ യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മറിയ മോണ്ടിസോറിയും ആ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ മറിയയ്ക്ക് നല്ലപോലെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. മറിയയുടെ അമ്മയ്ക്ക് മോളെ പഠിപ്പിക്കണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛന് ഇത്തിരി ആഗ്രഹം കുറവായിരുന്നെങ്കിലും മോളുടെ ആഗ്രഹം കണ്ടപ്പോൾ അച്ഛനും സപ്പോർട്ട് ചെയ്തു.
അങ്ങനെ അവര് മറിയ മോണ്ടിസോറിയെ നമ്മുടെ ഈ +2 ഒക്കെ കഴിയുമ്പോൾ ഉള്ള രീതിയിൽ ആണ് പിന്നെയാണല്ലോ എല്ലാരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാഷൻ അനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവര് മറിയയെ അവര് പഠിക്കാനായിട്ട് അയച്ചു. അപ്പൊ മറിയ ആദ്യം ജോയിൻ ആവുന്നത് ടെക്നിക്കൽ സൈഡിലാണ്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സിന്. പക്ഷെ മറിയയ്ക്ക് അതല്ല എന്റെ ഒരു ചോയ്സ്, എന്റെ ഇഷ്ടം ഇവിടെയല്ല എന്ന് മറിയയ്ക്ക് മനസ്സിലായി. മറിയയ്ക്ക് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നല്ല താല്പര്യമായിരുന്നു. അങ്ങനെ മറിയ നമ്മുടെ MBBS പോലെ തന്നെയുള്ള ആ രീതിയിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യായിരുന്നു. അവിടെ മറിയയ്ക്ക് ചലഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നു. കാരണം മറിയ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ബാച്ചില്, ബാക്കിയെല്ലാം ആൺകുട്ടികളായിരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റുഡൻസിന് അവരുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് അനാട്ടമി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനാട്ടമി ലാബ്, അതായത് അനാട്ടമി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുവാണ് അല്ലെ. ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും അതിന്റെ ഫങ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അനാട്ടമിയിൽ പഠിക്കുന്നത്. അപ്പൊ അനാട്ടമി ലാബിന് ഡെഡ് ബോഡീസ് ഉണ്ടാകും. കാരണം ഹ്യൂമൻ ബോഡിയെ പറ്റി പഠിക്കണമെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തൊക്കെ നോക്കണമല്ലോ. അപ്പൊ ഈ ഡെഡ് ബോഡീസ് ഇങ്ങനെ ഫോമനിലൊക്കെ ഇങ്ങനെ അത് പ്രോസസ്സ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. കോപ്സ്, കെഡാവർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ലാബിൽ ഇവര് ചെല്ലുമ്പോ ഇവര് ഇത് പഠിക്കുമ്പോ ഈ ഡെഡ് ബോഡീസ് എല്ലാം തന്നെ നേക്ഡ് ആയിരിക്കും, തുണികളൊന്നും ഉണ്ടാവില്ല, നേക്ഡ് ആയിട്ടായിരിക്കും ഡെഡ് ബോഡീസ് കിടക്കുന്നത്. അപ്പൊ ബോയ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊത്തിച്ചിരിക്കും, ഭയങ്കര കമന്റ്സ് ഒക്കെ പറയും. അപ്പൊ ഈ കൊച്ചു മറിയ അതിന്റെ ഈ ബോയ്സിന്റെ ഇടയ്ക്കാണല്ലോ. അപ്പം ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ശരിക്കും ഒരു വല്ലാത്തൊരു ചമ്മലൊക്കെ ഉണ്ടാവേണ്ട ഒരു ടൈമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ മറിയ അതൊക്കെ ഒരു ചലഞ്ച് ആയിരുന്നു. അതൊക്കെ ഓവർകം ചെയ്ത് മറിയ ആ കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ മറിയയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ സ്റ്റഡി ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൂടാതെ നമ്മുടെ 2 ലോക മഹായുദ്ധത്തിന്റെ സാക്ഷിയായിരുന്നു ഡോക്ടർ മറിയ മോണ്ടിസോറി. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം, യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷ സമാധാനമുള്ള ഒരു സിറ്റുവേഷൻ അല്ല അല്ലെ. ഈവൻ നമ്മുടെ നാട്ടിലല്ലെങ്കിൽ പോലും എവിടെയെങ്കിലും യുദ്ധം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ്. നമ്മൾ പല മീഡിയാസിലൂടെയും ആ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണുന്നു. കൊച്ചുകുട്ടികൾ ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയും നഷ്ടപ്പെട്ട് മുറിവേറ്റ് പ്രായമായ ആളുകൾ, ഇവരെങ്ങനെ പല പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ അറിയാറുണ്ട്. വീട് നഷ്ടപ്പെടുന്നു അല്ലെ, ഒരു ഷെല്ലാക്രമണമൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രദേശം മുഴുവൻ സ്ഥലങ്ങളൊക്കെ പോവുകയാണ് അല്ലെ. അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ചിലപ്പോൾ സ്കൂൾ തന്നെ നശിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനത്തെയൊക്കെ ഭയങ്കരമായ അവസ്ഥകൾ, ഭീകരാവസ്ഥ എന്ന് തന്നെ പറയാം. ലോകമഹായുദ്ധങ്ങൾ എങ്ങനെയായിരുന്നു? 1-2 ദിവസമോ 2-3 ആഴ്ചയോ 3-4 മാസമോ ഒന്നും ആയിരുന്നില്ല, വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധമായിരുന്നു ലോകമഹായുദ്ധം അല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ലോകമഹായുദ്ധം? ഏതെങ്കിലും ഒരാള് ഇതുപോലെ ഹിറ്റ്ലറെ പോലുള്ള ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഉണ്ടാവും, അവർക്ക് ഓരോ രാജ്യങ്ങളായിട്ട് പിടിച്ചെടുക്കണം. ഇവരുടെ ശക്തി കണ്ട് കുറെ രാജ്യങ്ങൾ ഇവരുടെ കൂടെ കൂട്ടുചേരും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടാവും, അയാളുടെ കൂടെയും കുറെ രാജ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു സൈഡിൽ 3-4 ഒക്കെ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇവര് തമ്മിലുള്ള യുദ്ധം അത് വർഷങ്ങളോളം നീട്ടുന്നു. അപ്പൊ ആദ്യം യുദ്ധത്തിൽ തോറ്റവർക്ക് നാണക്കേടായല്ലോ, വീണ്ടും ജയിക്കണം എന്നുള്ള വാശിയല്ലേ. 2ാം ലോകമഹായുദ്ധത്തിന് അത് കാരണമാക്കി. 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ പ്രബലരായി വന്നു. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ആരും അറിയാതെ പോയ അമേരിക്ക ഭയങ്കര ഒരു ശക്തമായ രാജ്യമായി മാറുമായിരുന്നു. അമേരിക്ക തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ ഡോമിനന്റ് ആയിട്ട്, അവർക്ക് എല്ലാം ആദ്യം വേണം, അവരായിരിക്കണം എല്ലാത്തിന്റെയും ആദ്യത്തെ ആൾക്കാരെന്നുള്ള രീതിയിലാണല്ലോ അമേരിക്കയുടെ നീക്കം. ഓക്കെ, അതൊക്കെ പെട്ടെന്ന് നമ്മളുടെ കാര്യമില്ല. പക്ഷെ മറിയ കാണുമ്പോൾ വേദനിക്കുന്ന ആൾക്കാര്, ഇനി യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരെന്താ സോൾജിയേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കും? പ്രായമുള്ളവരാണ്? അല്ല, എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ നല്ലൊരു യുവതലമുറയാണ് നാശമായി പോകുന്നത്. പലർക്കും മകനെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു, കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു, സഹോദരനെ നഷ്ടപ്പെട്ടു, കാമുകനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ യുവതലമുറയ്ക്കാണ് നാശം സംഭവിച്ചത്. അപ്പൊ അവരുടെ ഫാമിലിക്കും അതിന്, ഇനി അഥവാ മരിക്കാതെ പോയവരോ കയ്യും കാലും ഒക്കെ നഷ്ടപ്പെട്ട് ഹാൻഡിക്യാപ്ഡ് ആയിട്ടായിരിക്കും, കാഴ്ച നഷ്ടപ്പെട്ട് അങ്ങനെ പല ഹാൻഡിക്യാപ്ഡ് ആയിട്ടായിരിക്കും. പിന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും അവരുടെ ശാരീരിക അവസ്ഥ വരുന്നത്. അങ്ങനെ യുദ്ധം കണ്ട് മറിയയ്ക്ക് ഭയങ്കര വിഷമമായി. മറിയ മനസ്സിലാക്കി യുവജനങ്ങളെ പോയി അവയർനെസ് കൊടുക്കാന്ന് നമ്മൾ പറയില്ലേ, കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അവർക്ക് അവയർനെസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ എന്ത് വേണം? ആ യുവാക്കളാകുന്ന ആ പ്രോസസ്സിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളവർക്ക് വരെ അവയർനെസ് കൊടുക്കണം. അത് കൊച്ചു കുട്ടികളാ, അവർക്ക് കുറെ ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവരുടെ ഉള്ളില് സ്നേഹവും നന്മയും
സാഹോദര്യം, പീസ്, ഹാർമണി, ഇങ്ങനെയുള്ള നല്ല പോസിറ്റീവ് ഇമോഷൻസ് വളർത്തണം അല്ലെ? മറ്റുള്ളവരോട് സ്നേഹിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷമാക്കിയെടുക്കാനും ആ രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാക്കി കൊച്ചു കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുക. അങ്ങനെയാണ് ഡോക്ടർ മോണ്ടിസോറിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മെത്തേഡ്. അപ്പൊ ആ കുട്ടികളെ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വളർത്തിയാലാണ് അവർ അങ്ങനെയായി മാറുള്ളൂ അല്ലെ? അതായത് നമുക്കറിയാം ഒരു കുഞ്ഞ് കടന്നു പോകുന്ന 3 ഫേസസ് ഉണ്ട് എൻവിയോൺമെന്റിൽ. നമ്മളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. ജനിച്ച് കുറെ നാള് നമ്മൾ എവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? വീട്ടില്. ഒരു ഏജ് കഴിയുമ്പോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകും? അംഗനവാടി, സ്കൂള്, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ജനറൽ ആയിട്ട് പറയാം അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകും. ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമതൊരു ഏരിയയുമായിട്ട് കുട്ടി കണക്റ്റഡ് ആകുന്നുണ്ട് ഇതിനിടയ്ക്ക്. എവിടെയാണ്? പേരൻസുമായിട്ട്. വീട്, സ്കൂള് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സമൂഹം, സൊസൈറ്റി. അപ്പൊ ഒരു കുട്ടിയുടെ വളർച്ചാ കാലം, ഒരു മനുഷ്യൻ വളർന്ന് വരുന്നത് ഈ 3 എൻവിയോൺമെന്റിന്റെ ഏരിയയിലൂടെയാണ് അല്ലെ? വീട്, പിന്നെ വിദ്യാലയം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ സമൂഹം, സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതൊരു പ്രായം വരെയും ഈ സൊസൈറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും കരുതലോടുകൂടിയായിരിക്കും. കുറച്ചങ്ങ് പ്രായമായി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. അപ്പൊ ആ സൊസൈറ്റിയുടെ രീതികൾക്ക് നമ്മൾ ചിലപ്പോ ജീവിക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മദർ നേച്ചർ, ഭൂമി മാതാവ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നുണ്ടല്ലേ നമ്മുടെ നേച്ചറിന്. ഇതിൽ നിന്ന് നമുക്ക് കുറെ റിസോഴ്സസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഭക്ഷണത്തിനുള്ളത്, വെള്ളത്തിനുള്ളത്, നമുക്ക് വീട് വെക്കാനുള്ള സ്ഥലം, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഒരു നേച്ചറിനാണ്. നമ്മൾ ഈ നേച്ചറിന് തിരിച്ചെന്ത് കൊടുക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഭൂമി വെട്ടി ഇതാക്കി നമ്മൾ വീട് പണിയുന്നു, കുത്തി കിണറുണ്ടാക്കുന്നു, സാധാരണ കിണറുണ്ടാക്കുന്നു, ബോർവെൽ ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഭൂമിയെ തുറന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നു. പിന്നെ നിറയെ ടൈൽസ് ഇട്ട് മൂടുന്നു. അങ്ങനെ എന്തൊക്കെ പണികളാണ് നമ്മൾ ഈ മദർ നേച്ചറിനോട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മദർ നേച്ചറിന് നമ്മൾ തിരിച്ചെന്ത് പ്രൊവൈഡ് ചെയ്യും? അപ്പൊ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം? ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു സോഷ്യൽ ബീയിങ്, ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ആയ ഒരു മനുഷ്യരായിട്ട് മാറുന്നത്. മറിയ മോണ്ടിസോറിയുടെ ഉദ്ദേശം അതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഈ കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക, മാറ്റിയെടുക്കുക. അതായത് അതിനുവേണ്ടി മറിയ കുറേ സ്റ്റഡി ചെയ്തു, കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, കുറെ കാര്യങ്ങൾ എക്സസൈസ് ചെയ്തു, കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഓരോ പ്രായത്തിലും അവരെങ്ങനെയാണ്, ആ ഓരോ എൻവിയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ മറിയെ ഹെൽപ്പ് ചെയ്ത കുറെ അനാലിസിസുകൾ ഉണ്ട്. അവരുടെ കുറെ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് മറിയ ശ്രമിച്ചു. അങ്ങനെ കുറെ സമയമെടുത്ത് മറിയ ഡിസൈൻ ചെയ്തൊരു മെത്തേഡായിരുന്നു ഇത്. അങ്ങനെ മറിയ ഈ മെത്തേഡ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്, എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണല്ലോ, ഒരു 60ഓളം കുട്ടികൾ വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാരും തന്നെ സ്പെഷ്യൽ കിഡ്സ് ആയിരുന്നു, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ. അവർക്ക് പല രീതിയിലുള്ള ഡിഫോമിറ്റീസ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു, മെന്റൽ ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചിലപ്പോ കാഴ്ച കുറവായിരിക്കാം, പാർഷ്യലി ബ്ലൈൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുള്ളി ബ്ലൈൻഡ് ആയിരിക്കാം, ഡഫ് ആയിരിക്കാം, ഡംബ് ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കൈക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു കൈ ഉണ്ടാവില്ല, കാലിന്റെ പ്രശ്നം ഉണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഫിസിക്കൽ ഡിഫോമിറ്റീസ് വരും. മെന്റൽ ഡിഫോമിറ്റീസ് അതെന്ന് പറയുന്നത് ബുദ്ധിപരമായി ഒരു ലോ ആയിരിക്കാം, മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ, അവരുടെ പല ഒട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും. അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പിലാണ് മറിയ മെത്തേഡ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് വളരെ അമേസിങ് ആയിരുന്നു, നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ മറിയ ചിന്തിക്കുമായിരുന്നു, അപ്പൊ നോർമൽ കുട്ടികളിൽ ഞാൻ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് മറിയ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയ, ചേരി പ്രദേശം എന്ന് പറയുമ്പോൾ ഊഹിക്കാലോ
എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു ജീവിതാവസ്ഥ. വളരെ പുവർ ആയിരിക്കും, അവിടെയുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. ഈ പറയുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവര് നേരം വെളുക്കുമ്പോൾ ലൈവ്ലിഹുഡിന് വേണ്ടി അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് നേരം വെളുക്കുമ്പോഴേ പോകും. ലേറ്റ് ആയിട്ടായിരിക്കും വീട്ടിൽ വന്നു കയറുന്നത്. ഹൈജീൻ വളരെ മോശമായിരിക്കും. അപ്പോ ഇവര് ജോലിക്ക് പോണ സമയത്ത് ഇവരുടെ കുട്ടികൾ അവിടെ മുഴുവനൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും. പ്രോപ്പറായിട്ട് ഡ്രസ്സ് ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് അവർ ഭക്ഷണം കഴിക്കില്ല, അൺഹൈജീൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. വയലന്റ് നേച്ചർ ആയിരിക്കും ഈ കുട്ടികൾക്ക്, തമ്മിൽ തള്ളും ബഹളവും. പിന്നെ എന്താ പറയാ, അവര് ഒരു ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ, ഡിസ്ട്രോയിങ് ക്യാരക്ടർ, എന്ത് കിട്ടിയാലും നശിപ്പിക്കുന്ന, വലിച്ചെറിയുന്ന, അങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള വയലന്റ് നേച്ചർ ഉള്ള കുട്ടികളായിരുന്നു അവിടെ. അപ്പൊ ലോക്കൽ അതോറിറ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ഈ ഒരു ഏരിയയിലെ കുട്ടികളെ കൊണ്ട്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പുനരധിവാസിപ്പിക്കണം, അതായത് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവര് മറിയ മോണ്ടിസോറി ഇങ്ങനെ കുട്ടികളിൽ പല ഇന്റർവെൻഷൻസ് നടത്തുന്ന കാരണം ഡോക്ടർ മോണ്ടിസോറി അപ്രോച്ച് ചെയ്തു ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇവരുടെ പാരന്റ്സ് ജോലിക്ക് പോകുമ്പോൾ നോക്കാൻ ആരുമില്ലല്ലോ, ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ഡോക്ടർ മോണ്ടിസോറി ആദ്യത്തെ മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പേര് കാസ ഡെ ബാംബിനി എന്നായിരുന്നു. അതിന് ഒരു ഇറ്റാലിയൻ വേർഡ് ആണ് ചിൽഡ്രൻസ് ഹൗസ്, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന മീനിങ് വരുന്ന ഒരു സ്കൂള്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് സ്കൂൾ എന്ന് പറയാം. പക്ഷെ സ്കൂൾ എന്ന് പറയാൻ ഡോക്ടർ മോണ്ടിസോറിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയാണ് അവർ അതിനെ കാസ ഡെ ബാംബിനി എന്ന് വിളിച്ചത്, ചിൽഡ്രൻസ് ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന് വിളിച്ചത്. അപ്പൊ ഇവിടെ സാധാരണ സ്കൂളിലെ പോലെ അടഞ്ഞ ക്ലാസ് റൂമുകളില്ലായിരുന്നു. ഒരു ഫിക്സഡ് ആയിട്ട് കുട്ടി ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇല്ലായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരു ലവിങ് ഏരിയ ആയിരുന്നു, കുട്ടികളെ പരിപോഷിപ്പിക്കുന്ന ഒരു നറിഷിങ് പ്ലേസ് ആയിരുന്നു. നറിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക, അവരിങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് സന്തോഷം തരുന്നത്, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ എല്ലാം കുട്ടികളുടെ സൈസിലുള്ള ഫർണിച്ചർ ആയിരിക്കും. ചെയർ ആണെങ്കിലും ടേബിൾ ആണെങ്കിലും ഷെൽഫിലെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കുട്ടിക്ക് തന്നെ പോയി എടുക്കാം, നമ്മളായിട്ട് ഒരെണ്ണം എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഒരു മോണ്ടിസോറി സ്കൂൾ. ഞാൻ മനസ്സിലാകാൻ വേണ്ടി സ്കൂൾ എന്ന് പറയുക കേട്ടോ. അപ്പൊ അവിടെ ക്ലാസ് റൂമുകളില്ല. അവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അകത്തെ, അതായത് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് കണക്ട് ചെയ്യാൻ കുറേ വരാന്തകൾ ഉണ്ടായിരുന്നു. എല്ലാ സൈഡിൽ കൂടെയും വരാന്തയാണ്. ഒരു കുട്ടിക്ക് പെട്ടെന്നൊന്ന് പുറത്തു പോകണം, അപ്പൊ അവൻ പുറത്തേക്ക് പോകും. അവിടെ മണ്ണിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട്, വെള്ളത്തിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട്, ചെടി നടാം, ചെടി നനയ്ക്കാം, പെറ്റ്സ് ഉണ്ടാകും, മ്യൂസിക്കൽ ഏരിയ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഈ കുട്ടികൾ ഇച്ചിരി വയലന്റ് നേച്ചർ, അഗ്രസീവ്നെസ് ഒക്കെ ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർക്ക് സമയമെടുത്തു അവരങ്ങനെ ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് പൊരുത്തപ്പെട്ട് വരാനും അതിലെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും. ആദ്യമൊക്കെ അവർ ഭയങ്കര വയലന്റ് നേച്ചറും അഗ്രസീവ്നെസ്സും ഒക്കെ കാണിച്ചു. പക്ഷെ ഈ ആക്ടിവിറ്റീസ് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത പല ആക്ടിവിറ്റീസും ചെയ്ത് അവരങ്ങോട്ട് അതുമായിട്ട് അങ്ങ് മേർജായി, നല്ലപോലെ പൊരുത്തപ്പെട്ടു. അങ്ങനെ അവർ വളരെ പ്രൊഡക്റ്റീവ് ആയ മക്കളായിട്ട് അവിടെ ഇറങ്ങുവാണ്. വൺസ് 3 to 6 years ആണ് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ കുട്ടികളുടെ ഒരു ഏജ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ ആ 6 yearsന് ശേഷം അവർ ഏത് സ്കൂളിലേക്ക് പോയാലും അവർക്ക് അവരുടെ സ്വന്തം പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിന്റെ, ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് ആയിരുന്നു മറിയ മോണ്ടിസോറി ആ ഒരു മോണ്ടിസോറി സ്കൂളിനകത്ത് ഉണ്ടാക്കി വെച്ചത്. അപ്പൊ അവിടെ കണ്ട പലതും പുറത്തുള്ള വലിയ കാര്യങ്ങളുടെ ചെറിയ രൂപങ്ങളായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന കുട്ടിക്ക് ഒരു അപരിചിതത്വം ഇല്ല. കാരണം ഇവൻ ഇതെല്ലാം കണ്ടു, മോണ്ടിസോറി സ്കൂളിൽ, അവന്റെ സ്കൂളിൽ കണ്ടു കഴിഞ്ഞു. പുറത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഒരു വലിയ രൂപമാണ് കാണുന്നത്. അപ്പൊ അപരിചിതത്വം കുട്ടിക്കില്ല. ഏതൊരു സ്കൂളിൽ പോയാലും അവന് ബുദ്ധിമുട്ടില്ല, അവൻ തന്നെത്താൻ അവന്റെ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു. കുട്ടികൾ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആകും, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുമോ? നമ്മള് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം വലുതാവുമ്പോഴാണ് ഭയങ്കര നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ നോക്കിയിട്ടല്ല. കുഞ്ഞ് ചെറുപ്പത്തിലേ തുടങ്ങി കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോ വളർച്ചാ കാലഘട്ടവും അടുത്ത വളർച്ചാ കാലഘട്ടത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അല്ലാതെ സാരമില്ല ഇപ്പൊ ചെറുതല്ലേ, വലുതാവുമ്പോ ശരിയാക്കാം, അങ്ങനെയൊന്നുമില്ല. ചെറുപ്പത്തിലേ തുടങ്ങാം. അപ്പോഴാണ് അവര്
ഓരോരോ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ പ്രോഗ്രസ് ആയിട്ട് പോകുള്ളൂ. അതൊക്കെ ഓരോ ചാപ്റ്ററിലായിട്ട് നിങ്ങൾ പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ചും മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചും എങ്ങനെയാണ് ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളത് കൂടുതലായിട്ട് പഠിക്കും. ഞാൻ ഇപ്പം ലിയ ചോദിച്ചു പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമോ പുറത്തുനിന്ന് പഠിപ്പിക്കുമോ അങ്ങനെയൊക്കെ, അത് ഞാനാണ് കേട്ടോ ആള്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള, നമുക്ക് ഒരു കോഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഡെഫിനറ്റ്ലി നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാകും, സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്കും ഒരു ഫീല് തോന്നരുത് ചുമ്മാ ഞങ്ങൾക്കൊരു മാർക്ക് കിട്ടി സർട്ടിഫിക്കറ്റ്, ഞാൻ എന്റെ എഫേർട്ട് കൊടുത്തപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട്, എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ചുമ്മാ പോയി ഫീസ് അടച്ചു സർട്ടിഫിക്കറ്റ്, ദാറ്റ്സ് നോട്ട് ഗുഡ്. അതൊരു നല്ല ഒരു പ്രവണതയല്ല. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തു, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് കിട്ടിയത്, നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവും. ഇപ്പോഴും എനിക്ക് വാല്യൂ ഉണ്ടാവും. നമ്മൾ സൂക്ഷിക്കും. ഇപ്പൊ നിങ്ങളോടൊരു അസൈൻമെന്റ് എഴുതാനായിട്ട് പറയുന്നു, നിങ്ങൾ ഒട്ടും ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ചിന്തയാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ഗൂഗിൾ സെർച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും റെഫർ ചെയ്യാം. തന്നെത്താനെ കുറെ നേരം കണ്ണടച്ചിരുന്നിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ ചിന്ത ആ രീതിയിൽ എഴുതി വെക്കാം. അപ്പൊ നമ്മൾക്കത് ഭയങ്കര, എവിടെയെങ്കിലും നോക്കി കോപ്പി ചെയ്ത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതുവാണെങ്കിൽ നമ്മൾ അതിന് വലിയ വാല്യൂ കൊടുക്കില്ല. പക്ഷെ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് എഴുതിയതാണെങ്കിൽ നമ്മളത് സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ടാണ് 2017 ഞാൻ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത അന്ന് ഞാൻ ചെയ്ത വർക്കുകൾ ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പല പ്രാവശ്യം എടുത്ത് ഇനി വേണോ, വെറുതെ സ്ഥലം മെനക്കെടുത്ത് വേണോ, ഇങ്ങനെ എടുത്ത് മാറ്റാൻ നോക്കും. പക്ഷെ അത് അങ്ങനെ വീണ്ടും തിരിച്ചു വെക്കും. അപ്പൊ അതെനിക്ക് ശരിക്കും വളരെ യൂസ്ഫുൾ ആയി. എനിക്ക് കുറെ പേർക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഗൈഡ് ചെയ്യാനും പറ്റി. കുറെ പേരിൽ നിന്ന് ഞാനും പഠിച്ചു. അങ്ങനെ ഓക്കെ. മോഡ്യൂൾ 1 നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഒക്കെ കിട്ടിയല്ലേ? ടെക്സ്റ്റ് ബുക്ക് കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, കുറച്ചു പേർക്ക് ഓൺ ദ വേ ആയിരിക്കും, കിട്ടി വരുന്നേ ഉണ്ടാവുള്ളൂ. ആണോ? എനിക്ക് കിട്ടി. കിട്ടിയിട്ടില്ല. ഞാൻ ഫീസ് പകുതി പൈസ കുറച്ച് കൊടുക്കാണ്ടായിരുന്നു, അപ്പൊ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല. ഓൺ ദ വേ ആയിരിക്കും. പലതും അങ്ങനെ പാക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. നോ പ്രോബ്ലം. ടെക്സ്റ്റ് ഇല്ലാന്ന് ഇപ്പൊ കിട്ടിയില്ലാന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. ടീച്ചർമാര് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിൽ PRO ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സിലൊന്ന് പറയുക, ഞങ്ങൾ ഇൻഫോം ചെയ്യുകയും ചെയ്തോ കേട്ടോ. അപ്പൊ ആയിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങി. റെക്കോർഡിനെ കുറിച്ചൊന്ന് പറയോ? തീർച്ചയായിട്ടും പറയാം. റെക്കോർഡ് തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയണം അല്ലേ? റെക്കോർഡൊക്കെ ഞാൻ പതുക്കെ കൊടുക്കാറുള്ളൂ കുട്ടികൾക്ക്. ഇപ്പൊ ഈവൻ ഇപ്പൊ നിങ്ങൾ 21 ബാച്ച് അല്ലേ, 19 ബാച്ച് തൊട്ടൊന്നും കൊടുത്തിട്ടില്ല. 18 ബാച്ച് വരെയാണ് റെക്കോർഡ് റൈറ്റിംഗ് ആയിട്ടുള്ളൂ. അതിന് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, നമുക്ക് 5 റെക്കോർഡ് എഴുതണം. ഓക്കെ. ഈ 5 റെക്കോർഡില് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ റെക്കോർഡ് അവൈലബിൾ ആണ്. 5 റെക്കോർഡും ഉണ്ട്. ആ റെക്കോർഡിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം. അതല്ല നിങ്ങൾക്ക് പുറത്തുനിന്നാണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓഫീസിൽ നിന്നാകുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ കുറച്ച് QR കോഡുകൾ ഉണ്ട്. അത് സ്കാൻ ചെയ്താൽ കുറെ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടും. ലൈക്ക് നമ്മള് ഡോക്ടർ മറിയ മോണ്ടിസോറി കുറെ മെറ്റീരിയൽസ് ഒക്കെ ഡിസൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുന്ന ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അത് കൂടാതെ 5ാമത്തെ റെക്കോർഡ് ഉണ്ട്. 5ാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെക്കോർഡ് ഞാൻ എഴുതിയ ഒരു റെക്കോർഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു സ്കാൻഡ് കോപ്പിയാണ്. അപ്പൊ അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് 5ാമത്തെ റെക്കോർഡിലേക്ക് അത് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. 5ാമത്തെ റെക്കോർഡ് മാത്രമാണ് കേട്ടോ കോപ്പി ചെയ്യേണ്ട റെക്കോർഡ്. അത് വേറൊന്നുമല്ല, ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ പിക്ചേഴ്സും ആണ്. അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അതങ്ങനെ കോപ്പി ചെയ്ത് വെക്കിട്ടുള്ളൂ. ബാക്കി 4 റെക്കോർഡാണ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതുമായിട്ട് കണക്റ്റഡ് ആണ് ആ റെക്കോർഡ്സ് 4 എണ്ണം. എന്താണെന്ന് പറയാം. 1ാമത്തെ റെക്കോർഡിന്റെ പേര് കളക്ഷൻ ബുക്ക് എന്നാണ്. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുള്ളൂ കേട്ടോ, കാരണം ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് ഫസ്റ്റ് ഡേ കൊടുക്കാറില്ല. ഒരു 1 മന്ത് ഒക്കെ ക്ലാസ് കഴിയുമ്പോഴേ ഞാൻ കൊടുക്കാറുള്ളൂ. നസ്രിൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കളക്ഷൻ ബുക്ക് നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ കൂടുതൽ എന്തൊക്കെയാ ചെയ്യാറ്? കുട്ടികളെ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിനെ പഠിപ്പിക്കും, വൈൽഡ് അനിമൽസിനെ പഠിപ്പിക്കും, വെഹിക്കിൾസിനെ കുറിച്ച് പഠിപ്പിക്കും, ഫ്ലവേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കും, ട്രീസിനെ കുറിച്ച് പഠിപ്പിക്കും, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസ്,
പിന്നെ ഡാൻസ് ഫോംസ്, ഇന്ത്യയിലെ ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് ഫെസ്റ്റിവൽസ്, അങ്ങനെയൊക്കെ പഠിപ്പിക്കും. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്താ വേണ്ടത്? യെസ്, പിക്ചേഴ്സ്. കുറെ ലെക്ചർ നോട്ട് എഴുതി വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. നമുക്ക് പിക്ചേഴ്സ് വേണം. നമ്മൾ ഇതിന്റെ ഒക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, അത് ആ റെക്കോർഡിൽ ഒട്ടിച്ചു വെക്കുക. അത്രേ ഉള്ളൂ ഫസ്റ്റ് റെക്കോർഡ്. പിന്നെ നിങ്ങൾ എഴുതുന്ന റെക്കോർഡ് നിങ്ങളുടെ സ്വന്തമാണ്, വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല. കൊച്ചു പിള്ളേർക്ക് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ഒരു എന്താ പറയാ എൻസൈക്ലോപീഡിയ പോലെയാണ്, നമ്മുടെ റെഫറൻസ് ആണ്. നമ്മളൊരു അടുത്ത ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്ത് പഠിപ്പിക്കണം എന്നൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു എൻസൈക്ലോപീഡിയ ആണ് നമ്മുടെ റെക്കോർഡ്. ഡോണ്ട് ഷെയർ വിത്ത് എനിവൺ. വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ക്ലാസ്സിലെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതുണ്ട്. ചിലർക്ക് എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ ക്ലിയർ, ഞാനിപ്പോ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകാതെയൊക്കെ വരും, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവരായിരിക്കാം. അപ്പൊ അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. റെക്കോർഡ് ക്ലാസ് കാണാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല, പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എവറി ഡേ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തോ, വാട്സപ്പ് ഗ്രൂപ്പ്? ഇല്ല. ആരെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ്, ആരെങ്കിലും ഒരാളെന്നല്ല എല്ലാരും കൂടെ ഒന്ന് ചേർന്ന് സഹായിച്ച് പെട്ടെന്ന് തന്നെ ആ ഗ്രൂപ്പ് ഫോം ചെയ്യുവാണെങ്കിൽ എവറി ഡേ ക്ലാസ് കഴിയുന്ന അന്ന് ഈവനിങ് എങ്കിലും, ക്ലാസ് കഴിഞ്ഞ ഉടനെ പറ്റുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈവനിങ് ഒരു ബ്രീഫിംഗ് കൊടുക്കുക. അന്നത്തെ ക്ലാസ്സിന്റെ ഒരു സമ്മറി, ഇന്ന കാര്യങ്ങളാണ് ക്ലാസ്സിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരാൾ തന്നെ ചെയ്യണമെന്നില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. അങ്ങനെ ഒരു ബ്രീഫിംഗ് കൊടുക്കുക. അപ്പൊ ക്ലാസ്സിൽ കയറാത്തവർക്ക്, റെക്കോർഡിംഗ് ക്ലാസ് കാണേണ്ടവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ആവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ അവർ വേഗം വന്ന് ക്ലാസ് കണ്ട് മനസ്സിലാക്കിക്കോളും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ബ്രീഫിംഗിൽ നിന്ന് തന്നെ അവർക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ സമയം അല്ലെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ലല്ലോ, കാണുന്നത് നല്ലതാണ്, ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. നമുക്കൊരു കോപ്പറേഷൻ ആണ് വേണ്ടത് നമ്മളെല്ലാരുമായിട്ട്. ഞാൻ വേറെ നിങ്ങൾ വേറെ അങ്ങനെയല്ല, നമ്മൾ ഒറ്റ ഇതാണേ, ഒറ്റ സർക്കിളാണ്. അപ്പം ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ടാണ് എന്നെ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് നോക്കും, അല്ലെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ ഒരു കൊച്ചു പെട്ടിക്കകത്ത് ഇരുന്നേനെ. അപ്പോ ഇത് അങ്ങനെ ഒരു കോപ്പറേഷൻ, അല്ലാണ്ട് ഞാൻ ചെയ്തത് വേറെ ആരും കാണാത്ത അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് അതൊന്ന് എങ്ങനെയാന്ന് മനസ്സിലാക്കണം, ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഫുൾ കോപ്പി ചെയ്യുന്നതോ ആവരുത്. ഒരാൾ നമ്മളെ സഹായിച്ചു, ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഷെയർ ചെയ്ത് അങ്ങനെ കോപ്പി ചെയ്ത് വെക്കുകയല്ല ചെയ്യേണ്ടത്. എഴുതുന്ന കാര്യം പ്രത്യേകിച്ചും. പടം പിന്നെ പോട്ടെ, ആ പടം തന്നെയാണ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നെങ്കിൽ പിന്നെ അത് തന്നെയല്ലേ പറ്റുള്ളൂ, അത് പ്രശ്നമില്ല. നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം, ഒരു ചേഞ്ചസ് വരുത്തുക. ഇംപ്രൊവൈസേഷൻ. ഫുഡ് ഉണ്ടാക്കുമ്പോ അങ്ങനെയല്ലേ, വേറൊരാളുടെ റെസിപ്പി ഫോളോ ചെയ്താലും നമുക്കുള്ളിൽ നമ്മുടേതായിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, ഒരു ഇത് ആഡ് ചെയ്യണം, ഒരു യുണീക് ടേസ്റ്റ് അതിന് കൊടുക്കണം എന്നൊരു ഫീല് നമുക്കുണ്ടാവും. അതേപടി കോപ്പി ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഒരു യുണീക്നെസ്, നമ്മുടെ ഒരു പ്രത്യേകത അതിലുണ്ടായിരിക്കണം, ഒന്ന് ചേഞ്ച് വരുത്തുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ചെറുപ്പം തുടങ്ങി കേട്ടിട്ടുള്ളത് കേട്ടോ, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല. അതിന്റെ ഒപ്പം തന്നെ ആരും നമ്മളെയും പറ്റിക്കരുത്. എല്ലാരും നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മൾ ഇന്ന് കൊടുക്കരുത് അല്ലെ. നമ്മൾ ആരെയും പറ്റിക്കാനും പാടില്ല, നമ്മളെ ആരും പറ്റിക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു കോപ്പറേഷൻ നമ്മൾ തമ്മിൽ ഉണ്ടാവണം. ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ മറന്നു പോകും പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ എന്താ പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാം, മിസ് ഇതൊക്കെയാണ് പറഞ്ഞത്, ഇന്ന് ഇത് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ പറയുക ഇങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തന്നാൽ മതി, ഐ എം വെരി ഹാപ്പി, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യും. ഓക്കെ. അപ്പൊ റെക്കോർഡ് ഒന്നാമത്തെ ഞാനിപ്പോ പറഞ്ഞു അല്ലെ, കളക്ഷൻ ബുക്ക്. ഒന്നാമത്തെ റെക്കോർഡ് നമ്മൾ ഇതിനെല്ലാം പിക്ചേഴ്സ് കളക്ട് ചെയ്യും. ഞാൻ അതിനകത്ത് മിനിമം 5 എന്നൊക്കെയേ പറഞ്ഞിട്ടുള്ളൂ, 5 എണ്ണം മിനിമം ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കളക്ട് ചെയ്യാം. പിന്നെ കുറെ തീംസ് ഇതുപോലെ തന്നിട്ടുണ്ടാവും, അതായത് ട്രീസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ വെഹിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ തീം തന്നിട്ടുണ്ടാവും. അപ്പൊ കുട്ടികൾ തന്നെ ചോദിച്ചു, ഡാൻസ് ഫോംസ് ഒന്നും ഞങ്ങൾ തീമിൽ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പൊ അവർ ചോദിച്ചു ഡിഫറെന്റ് ഡാൻസ് ഫോം ഇടട്ടെ, ഡിഫറെന്റ് ഡ്രസ്സിങ് കൾച്ചർ ആണല്ലോ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി അല്ലെ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന രീതിയിൽ പല
ഡ്രസ്സ് ആണ് ഓരോ കൺട്രി മീൻസ് ഓരോ സ്റ്റേറ്റിലുള്ളവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ റെക്കോർഡാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. പിന്നെ നമ്മളുടെ ടൈറ്റിൽ കളക്ഷൻ ബുക്ക് എന്ന് പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കണം. പിന്നെ ഞാൻ വെഹിക്കിൾസ് എല്ലാം കൂടെ ഒരുമിച്ചാ പറഞ്ഞത്. അപ്പൊ ചില കുട്ടികൾ ചോദിച്ചു സെപ്പറേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അതായത് റോഡിലൂടെ പോകുന്നത്, വാട്ടറിലൂടെ പോകുന്നത് വേറെ, എയറിലൂടെ പോകുന്നത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ ആ റെക്കോർഡ് ബുക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോരുന്നേ ഉള്ളൂ. എന്ത് കളക്ഷൻ അതിനകത്ത് ആഡ് ചെയ്യാം, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന എന്ത്. പിന്നെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറ് ഫോർത്ത് റെക്കോർഡാണ്. ഫോർത്ത് റെക്കോർഡ് ഒന്നുമില്ല, ഒരിക്കലെങ്കിലും കളിക്കുടുക്ക, മാജിക് പോട്ട് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ബാലരമ, പൂമ്പാറ്റയൊക്കെ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല? ഇല്ല ബാലരമ വായിച്ചിട്ടില്ല? ഇല്ല, രണ്ടും ഇല്ല. കളിക്കുടുക്ക വായിച്ചിട്ടില്ല? ഇല്ല ഇല്ല. ആണോ? ഞാൻ എപ്പോഴും വായിക്കും. വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. എന്താ പേരെന്താ? തസ്നിയ. തസ്മിയ. തസ്നിയ. തസ്നിയ. ഓക്കെ, തസ്നിയ. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇനി അതുപോലത്തെ ഒരു ബുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതാണ് നമ്മളുടെ 4ാമത്തെ റെക്കോർഡ്, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എന്താ? ചെറിയ ക്ലാസ്സിൽ ഒരു പിക്ചർ കൊടുക്കുന്നു, ക്രയോൺസ് കൊണ്ട് കളർ ചെയ്യുക, ഡോട്ട്സ് കൊടുത്തിട്ട് ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഡോട്ട്സിന്റെ അടുത്ത് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാവും, നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ആൽഫബറ്റ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്താ? കുട്ടി ഒരു പിക്ചർ വരയ്ക്കുകയും ചെയ്യണം, നമ്പേഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് പഠിക്കണം. ആ നമ്പേഴ്സിന്റെ ഓർഡർ കറക്റ്റ് അറിയാമെങ്കിലാണ് കുട്ടി കറക്റ്റ് പിക്ചർ വരയ്ക്കുകയുള്ളൂ, അല്ലെ, കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ആൽഫബറ്റ്സിന്റെ ഓർഡർ കറക്റ്റ് അറിയാമെങ്കിലാണ് കുട്ടി ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻസസ്, 2 പിക്ചർ തന്നിട്ട് രണ്ടും തമ്മിൽ 4 ഡിഫറൻസസ് ഉണ്ട്, കണ്ടുപിടിക്കുക. ഇതൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കേട്ടിട്ടില്ലേ? തസ്നിയ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ളൂ. തസ്നിയുടെ വീട് എവിടെയാ? ഞാന് നിലമ്പൂർ. നിലമ്പൂര്. ഓക്കെ ഓക്കെ. മലപ്പുറം. അതെ, മലപ്പുറം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാനാണ്. പിന്നെ ചില പിക്ചേഴ്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ വരച്ചിട്ട് ഒരു ചെവി ഉണ്ടാവില്ല, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കയ്യിലെ ചിലപ്പോ ഒരു വിരൽ ഉണ്ടാവില്ല, അത് ചിലപ്പോൾ ഡോട്ടർ ലൈൻസ്, ബ്രോക്കൺ ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെവിക്ക് പകരം ബ്രോക്കൺ ലൈൻസ് ആയിട്ടായിരിക്കും വരാം, അതിനെ ബോൾഡ് ലൈൻസ് ആക്കി അവരത് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ക്യാപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആക്കി വിടും. അപ്പൊ അത് കുട്ടി കംപ്ലീറ്റ് ചെയ്ത് കളർ ചെയ്യുക. പിന്നെ നമ്മൾ ചില പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിലെ പിക്ചറിന്റെ ഓരോ പാർട്ടിന് നമ്പർ ഇടും. നമ്പർ ഇട്ടിട്ട് ഓരോ നമ്പറിന്റെ നേരെ നമ്മൾ ഓരോ കളർ എഴുതി വെക്കും. അപ്പൊ നമ്പർ നോക്കി അതിന്റെ കളർ എന്താന്ന് നോക്കിയിട്ട് കളർ ചെയ്യാം. അപ്പൊ കുട്ടി കളർ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും, കുട്ടിക്ക് നമ്പർ കറക്റ്റ് അറിയാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെയുള്ള ചില ബുക്സുകളാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ ഇപ്പൊ ഹിഡൻ അനിമൽസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു വേർഡ് കൊടുത്തിട്ടുണ്ടാവും. ആ വേർഡിൽ കുറെ ആൽഫബറ്റ്സ് ഉണ്ടാവും, പക്ഷെ ഏതോ ആൽഫബറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു അനിമലിന്റെ പേര് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഇല്ലേ. പിന്നെ വഴി കണ്ടുപിടിക്കുക, അല്ലേ, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെയ്യുമ്പോഴേക്കും തരും. ഇനി അടുത്ത 2 റെക്കോർഡാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താ, നമ്മളെ തിരിച്ചറിയുന്നത് ആ 2 റെക്കോർഡ് എഴുതാൻ തുടങ്ങുമ്പോഴാണ്. അതിന് മുമ്പേ നിങ്ങൾക്ക് അറിയണ്ടാവും കേട്ടോ. അതിൽ 1ാമത്തെ റെക്കോർഡ്, ആ റെക്കോർഡിൽ ഒരെണ്ണമാണ് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ ഡ്രൈം ബുക്ക്. അടുത്തതാണ് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്. കൊച്ചു കുട്ടികളാണ്, ക്ലാസ് എടുക്കുന്ന പോലെ കുറെ കാര്യങ്ങൾ നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല, അല്ലെ. അവർക്ക് ആക്ഷൻസിലൂടെ, അവരെ ആക്ഷൻ സോങ്ങിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ഒരു കഥ പറഞ്ഞ് അതിലൂടെ അവരിലേക്ക് മോറൽ വാല്യൂസ് എത്തിക്കാൻ പറ്റും. അല്ലാതെ നീ സത്യസന്ധനായിരിക്കണം, കള്ളം പറയരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പിടിയും കിട്ടില്ല. അതേസമയം അതൊരു സ്റ്റോറിയുടെ രൂപത്തിൽ അവരോട് പറയുമ്പോൾ അവർ ചിന്തിക്കും, അതൊരു മോറൽ വാല്യൂ ആയിട്ട് അവരുടെ ഉള്ളിൽ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ അടുത്ത റെക്കോർഡായ റൈം ബുക്ക് എഴുതുന്നത്. അതിനകത്ത് ആൽഫബറ്റിക്കൽ സോങ് ഉണ്ട് നമുക്ക്. അതായത് ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ്
വടിയിട്ട് ഡെസ്കിൽ അടിച്ച് ബോർഡിൽ എഴുതി ഇമ്പോസിഷൻ കൊടുത്ത് 2 ലൈൻ 4 ലൈൻ ഒക്കെ എഴുതിച്ചിട്ടൊക്കെ ആയിരിക്കും പലതും പഠിപ്പിക്കുന്നത്. നമ്മൾ അതൊരു റൈമിലൂടെ, ഒരു ആക്ഷൻ സോങ്ങിലൂടെ ആൽഫബറ്റ്സ് പഠിക്കുമ്പോൾ കുട്ടികൾ കുറേ പെട്ടെന്ന് പഠിക്കും. നമ്പേഴ്സും അതുപോലെ തന്നെ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പഠിക്കും. ഓക്കെ, ഹെൽത്തി ഹാബിറ്റ്സ്, അതിന് നമ്മളൊരു ആക്ഷൻ സോങ് ഉണ്ടാക്കിയാൽ എത്ര നന്നായിരിക്കും. അത് ആക്ഷൻ, പല്ല് തേക്കണതൊക്കെ ആക്ഷനൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ചെറിയ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ബേർഡ്സിനെ പഠിപ്പിക്കാൻ, അനിമൽസിനെ പഠിപ്പിക്കാൻ, അവരുടെ ഷെൽട്ടർ, അനിമൽസിന്റെ ഒക്കെ ഷെൽട്ടർ പഠിക്കണം. അതെല്ലാം ഒരു റൈമിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ കഥ നമ്മൾ എഴുതണം, തന്നെ ക്രിയേറ്റ് ചെയ്യണം. നോ വറീസ്, എല്ലാവർക്കും പറ്റും. ഇത് കേട്ടത് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ പലരും ഭയങ്കരമായിട്ട് എഴുതി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്ന് നമ്മളോട് പറഞ്ഞിരുന്നു, ഇനി എനിക്ക് ഇംഗ്ലീഷ് പറ്റില്ല, ഇംഗ്ലീഷിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്, ഇംഗ്ലീഷ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ, ഭയങ്കര ശശി തരൂർ വൊക്കാബുലറി ഗ്രാമർ ഒന്നും നമുക്ക് വേണ്ടല്ലോ. സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതുക. നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ മലയാളത്തില് ഞാൻ തകർക്കുമായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ബാച്ചിൽ ഒരു കുട്ടി പറഞ്ഞു. ഞാൻ മലയാളത്തിൽ എഴുതൂ, എത്രയോ ആപ്പുകൾ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയോ ആപ്പുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് കുറച്ച് സിമ്പിൾ ആക്കണം, സിമ്പിൾ വേർഡ്സ് മതിയെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ റൈമും എഴുതണം, ഒരു റെക്കോർഡിൽ മുഴുവനും സ്റ്റോറി എഴുതണം. അപ്പൊ അതിന്റെ തീം എല്ലാം ഞാൻ തരും, ആ തീമിനനുസരിച്ച് എഴുതാം. ഇനി കൂടുതലായിട്ട് എഴുതണോ കൂടുതലായിട്ട് എഴുതാം. ഇങ്ങനെയാണ് നമുക്ക് 5 റെക്കോർഡുള്ളത്. ക്ലിയർ ആയോ? ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് ഇനി നിങ്ങളൊരു ഫെബ്രുവരി ഇല്ല, മാർച്ച് 2nd വീക്ക് ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെക്കോർഡ് റൈറ്റിംഗ് കേട്ടോ. നമ്മുടെ ഓഫീസിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ നമ്പർ തന്നിട്ടുണ്ടോ, ആരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത്, അത് അന്നത്തേക്ക് പോരെ, മാർച്ച് 1st വീക്ക് ആകുമ്പോഴേക്കും പോരെ റെക്കോർഡിന്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ. ഇപ്പൊ ടെക്സ്റ്റ് വാങ്ങുന്ന ആ ഒരു തിരക്കിലല്ലേ, എല്ലാ പേയ്മെന്റും കൂടെ ചിലപ്പോ പറ്റിയില്ലെങ്കിലോ, മാർച്ചിൽ മതിയല്ലോ. നിങ്ങൾ റെഡി ആവുമ്പോൾ പറയൂ. സാധാരണ ഞാൻ 1 മാസം 2 മാസം ആകുമ്പോഴാണ് എല്ലാ ബാച്ചിനും റെക്കോർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ റെക്കോർഡ് എഴുതാൻ റെഡിയാണ്, റെക്കോർഡ് വാങ്ങിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തുടങ്ങാം. ഓക്കെ, റിമൈൻഡ് ചെയ്യിക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ രീതികൾ. പിന്നെ എക്സാമിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. എനിവേ എക്സാം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ മോഡ്യൂൾ 1 നിങ്ങൾക്ക് സിലബസ് ഒക്കെ കിട്ടിയോ? എല്ലാവർക്കും സിലബസിന്റെ കോപ്പിയൊക്കെ കയ്യിലില്ലേ? മോഡ്യൂൾ 1 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പാർട്സ് ആണ്. ഈ 4 പാർട്ടില് പാർട്ട് 1ന്റെ ടൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അതിൽ നിന്നാണ് മിസ് ഇപ്പൊ ഒരു ചാപ്റ്റർ എടുത്തേക്കണേ, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. അപ്പോ ഇത് ഒക്കെ എടുത്തപ്പോഴേക്കും ഒരു ബാച്ചില് നമ്മുടെ വീട്ടിലിരുന്നായിരിക്കുമല്ലോ ക്ലാസ് കാണുന്നേ, ഹസ്ബൻഡോ വീട്ടിലെ മെമ്പേഴ്സ് ആരോ അതിൽ പാസ് ചെയ്തപ്പോ ഇതൊക്കെ കേട്ടപ്പോ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ പഠിക്കണേന്ന് അവർ സംശയം ചോദിച്ചു. അപ്പോ നിങ്ങൾക്കും സംശയം ഉണ്ടാകാം, മോണ്ടിസോറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാണോ പഠിക്കുന്നത്? നമ്മളൊരു കുട്ടിയുടെ വളർച്ചയെ കുറിച്ച് പഠിക്കുവാണ്. ആ കുട്ടിയുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, ഹൈജീൻ എങ്ങനെയായിരിക്കണം, സ്കൂളിൽ കുട്ടികൾക്ക് എന്തെല്ലാം ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഡിസീസസ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ പറ്റും, പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഇമ്മ്യൂണൈസേഷൻ എങ്ങനെയാണ്, കുട്ടികളുടെ വെൽഫെയറിൽ ഗവൺമെന്റും അതർ അതോറിറ്റീസും എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് എയ്ഡ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സെക്കൻഡ് പാർട്ട് ആവുമ്പോഴേക്കും അതില് കുട്ടികളുടെ ഡെവലപ്മെന്റ്, ഓരോ രീതിയിലുള്ള ഡെവലപ്മെന്റ് കുട്ടികൾക്കുള്ളത് അല്ലെ. പാർട്ട് 1ലേക്ക് വീണ്ടും പോവാണ്. അതിന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. 8 യൂണിറ്റ്സ് ഉണ്ട് പാർട്ട് 1ല്. അപ്പൊ ഈ 8 യൂണിറ്റ്സ് ചേരുന്നതാണ് നിങ്ങളുടെ കോഴ്സിലെ 1ാമത്തെ സബ്ജക്ട്. നമ്മൾ ഇതിനെ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റിന്റെ ഡിവിഷൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആവുമ്പോഴേക്കും അയച്ചു തരാനായിട്ട് ഞാൻ പറഞ്ഞേക്കാം. 1ാമത്തെ സബ്ജക്റ്റ് ആണ് ഈ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. 8 യൂണിറ്റ്സ് ചേരുന്ന പാർട്ട് 1 ആണ് ഫസ്റ്റ് സബ്ജക്ട്. പാർട്ട് 2ല് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് 10 യൂണിറ്റ്സ് കാണും. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നാണ് അതിന്റെ ടൈറ്റില്. അതിലെ യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ 2ാമത്തെ സബ്ജക്ട് ചൈൽഡ് ഡെവലപ്മെന്റ്. ഓരോ ഏരിയയിലും കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ് അവർ പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നത്, കുട്ടിയുടെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, കുട്ടിയുടെ ബോഡി ഫിസിക്കൽ അതും മൂവ്മെന്റ് ഡെവലപ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 1ാമത്തെ യൂണിറ്റ്, 2ാമത്തെ സബ്ജക്റ്റിൽ വരുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ 2ാമത്തെ സബ്ജക്റ്റ് ആയ ചൈൽഡ് ഡെവലപ്മെന്റ്.
ഇനി യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെയും സൈക്കോളജി. അതാണ് മൂന്നാമത്തെ സബ്ജക്ട്. കുട്ടിയുടെ മനസ്സറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, എപ്പോൾ പഠിപ്പിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ സൈക്കോളജി അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സബ്ജക്ട് കഴിഞ്ഞു. ഒന്നാമത്തെ സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പാർട്ട് 1 യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 8 വരെ മുഴുവനും. രണ്ടാമത്തെ സബ്ജക്ട് പാർട്ട് 2 യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെയും ചൈൽഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെയും സൈക്കോളജി മൂന്നാമത്തെ സബ്ജക്റ്റ് ആയി. പാർട്ട് 3 നമ്മുടെ കോർ ടോപ്പിക് മോണ്ടിസോറി മെത്തേഡ് വരുന്നത് പാർട്ട് 3 ഓക്കെ. പാർട്ട് 3 അഗെയിൻ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 3 10 യൂണിറ്റ്സ് നിങ്ങൾക്ക് കാണാം. അതിലെ 1, 3, 5, 6 ഈ 5 യൂണിറ്റ് 2 ഇല്ല. 1, 3, 4, 5, 6 ഈ 5 യൂണിറ്റ്സ് ചേരുന്നതാണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ഇനി 2, 7, 8, 9, 10 അതാണ് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അവിടെ 2 സബ്ജക്റ്റ് വന്നു. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 5 സബ്ജക്റ്റ് ആയി. ഇനി പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പാർട്ട് 4. പാർട്ട് 4 വരുന്നത് അത് മുഴുവനും ഒറ്റ സബ്ജക്റ്റ് ആണ്. 6ാമത്തെ സബ്ജക്റ്റ് ആയി. മോഡ്യൂൾ 2 ആണ് ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് മോഡ്യൂൾ 2. അത് 7ാമത്തെ സബ്ജക്റ്റ്. മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കൂടെ ചേർന്ന് 7 സബ്ജക്റ്റ് ഉണ്ട്. മോഡ്യൂൾ 2 ആണ് 7ാമത്തെ സബ്ജക്റ്റ്. മോഡ്യൂൾ 1ന്റെ 6 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ 7 സബ്ജക്ട്സ് ആണ്. ഇനി മോഡ്യൂൾ 3 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽസ് ആണ്. നമുക്ക് അവിടെ തിയറി എക്സാം ഇല്ല. അപ്പൊ ഈ പറഞ്ഞ 7 സബ്ജക്റ്റിന് തിയറി എക്സാം ഉണ്ട്. അത് ഈ 7 സബ്ജക്റ്റ് ഡിപ്ലോമ എടുത്തിരിക്കുന്ന കുട്ടികൾക്കും PG എടുത്തിരിക്കുന്ന കുട്ടികൾക്കും കോമൺ ആണ്. എക്സാമും ഒരുമിച്ചായിരിക്കും, കോമൺ ആയിരിക്കും, ക്ലാസ്സും ഒരുമിച്ചായിരിക്കും. ഇനി PG മോഡ്യൂൾ 4 ആൻഡ് മോഡ്യൂൾ 5 2 സബ്ജക്ട് എക്സ്ട്രാ വരും PGക്ക്. 9 തിയറി പേപ്പറാണ് PGക്കാർക്ക്, 7 തിയറി പേപ്പറാണ് ഡിപ്ലോമക്കാർക്ക്. ആ 7 പേപ്പർ PGക്കാർക്കും ഡിപ്ലോമയ്ക്കും കോമൺ ആയിരിക്കും. PGക്ക് 2 എക്സ്ട്രാ സബ്ജക്ട് പഠിക്കണമെന്നേ ഉള്ളൂ. അത് ക്ലാസ് പിന്നീടായിരിക്കും തുടങ്ങുക. നമ്മുടെ ഡിപ്ലോമയുടെ പോർഷൻസ് തീരാറാകുമ്പോൾ പാരലലി വേറൊരു സ്ലോട്ടിൽ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. ലാസ്റ്റ് ഒരു 2 months മതിയാകും ആ 2 സബ്ജക്ട്സ് പഠിപ്പിക്കാൻ. ഇനി പരീക്ഷ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഒരു ഗൂഗിൾ ഫോം പോലെ ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, MCQ ആയിരിക്കും. ഈ മോക്ക് ടെസ്റ്റ് ആ ഗൂഗിൾ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഓപ്ഷൻസ് 4 ഉണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോഴേക്കും ആ ബബിള് അതിങ്ങനെ കളറാവും. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിന്റെ സ്കോർ കാണാനായിട്ട് പറ്റും. 1 മാർക്കായിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന് വരുന്ന സ്കോർ. ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 ശരിയാവുകയാണെങ്കിൽ 10 മാർക്ക്. അതിനെ കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യേണ്ട. അത് എവിടെ എൻ്റർ ആവുന്ന മാർക്കല്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്തു, എനിക്ക് 7 മാർക്കേ കിട്ടിയുള്ളൂ, 3 തെറ്റിപ്പോയെങ്കിൽ വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യും, പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ യൂണിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. ചുമ്മാ കയറി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ആ മോക്ക് ടെസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എക്സാം നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞു മോഡ്യൂൾ 1 4 പാർട്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ടേം 1 എക്സാമിനേഷൻ, കുട്ടികൾക്കൊക്കെ പീരിയോഡിക് എക്സാമിനേഷൻ വെക്കില്ലേ, അതുപോലെ ടേം 1 എക്സാമിനേഷൻ വെക്കും. അത് ഒരു മോഡൽ എക്സാം പോലെയാണ്. മെയിൻ എക്സാമിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു മോഡൽ എക്സാം ആണ് ടേം എക്സാമിനേഷൻ. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓരോ ആൻസറിനും 2 മാർക്കാണ്, 100 മാർക്സിൽ. ഈ 50 ക്വസ്റ്റ്യനില് പാർട്ട് 1നും പാർട്ട് 2നും 40 ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ 20 മാർക്കാണ് ഇംഗ്ലീഷ് പാർട്ടിനും
ബാക്കി 80 മാർക്കാണ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്നുള്ളത്. ഇനി പാർട്ട് 3യും പാർട്ട് 4ഉം തീരുമ്പോൾ അടുത്ത ടേം എക്സാമിനേഷൻ, ടേം 2 എക്സാമിനേഷൻ. ഇതും 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 40 ക്വസ്റ്റ്യൻ 3 and 4ൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നും ആയിരിക്കും. അപ്പോൾ നമ്മളുടെ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ടേം 2 എക്സാമിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് മെയിൻ എക്സാമിന്, പിന്നെ മെയിൻ എക്സാം എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടായത് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ സബ്ജക്ട് ഡിവിഷൻ പറഞ്ഞല്ലോ, 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിനും 2 മാർക്ക് വീതം. ഒരു സബ്ജക്റ്റിന് ടോട്ടൽ മാർക്ക് വരുന്നത്, മാക്സിമം മാർക്സ് വരുന്നത് 100ലാണ്. ഇതാണ് തിയറി എക്സാമിന്റെ രീതി. ഇനി പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേ പറയുള്ളൂ, കാരണം കുറച്ചധികം അത് പറയാനുണ്ട്. അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് എപ്പോഴും എല്ലാവർക്കും വരും. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ചോദിക്കണം? യെസ്, ക്ലിയർ ആയോ? പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം വരും ക്ലാസ്സിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ക്ലിയർ ചെയ്യും. പിന്നെ നമ്മൾ ടേം 1ഉം ടേം 2 എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. എക്സാം എഴുതേണ്ട പാറ്റേൺ മനസ്സിലാവും. ആ ടേം 1ന്റെയും ടേം 2ന്റെയും പാറ്റേണിലായിരിക്കും മെയിൻ എക്സാം. ലൈവാണ് എക്സാം. ആ പറയുന്ന ടൈമിൽ തന്നെ നിങ്ങൾ കയറി അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് പോലെ എപ്പോഴെങ്കിലും പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന ദിവസം 7 മണി തുടങ്ങി 8 മണി വരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് സ്കോർ കിട്ടുള്ളൂ. അതും സ്കോർ മോക്ക് ടെസ്റ്റിന്റെ പോലെ അപ്പൊ കിട്ടില്ല. സ്കോർ കുറെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ പബ്ലിഷ് ആവില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള കാര്യമാണ് ടേം 1 ആണ് ആദ്യം. അപ്പൊ ടേം 1 അത് എഴുതി ടേം 2 എഴുതി കഴിയുമ്പോഴേക്കും മെയിൻ എക്സാമിന് കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. ടെക്നിക്കലി ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എക്സാം ടൈമിൽ മേക്ക് ഷുവർ നമ്മളുടെ നെറ്റ്വർക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം, ഇൻഫർമേഷൻസ് കയ്യിൽ ഷെയർ ചെയ്യാം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അതിൽ കൂടുതൽ ഇങ്ങനെ മെസ്സേജ് അങ്ങനെ അതൊക്കെ സബ് ചെയ്യൂ, ഞാൻ അതൊന്നും പറയില്ല. പക്ഷെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം നമ്മൾ ചിലപ്പോൾ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇട്ട് കഴിയുമ്പോഴേക്കും അതിന്റെ താഴെ കുറേ മെസ്സേജ് വന്ന് ആ ഇൻഫർമേഷൻ ഒരാൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് താഴെ ഇടുകയോ ഒക്കെ ചെയ്യുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എവറി വീക്ക് 2 കോർഡിനേറ്റേഴ്സ് മുന്നോട്ട് വരിക. നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ ലീഡേഴ്സ് എന്നൊരു പരിപാടിയില്ല. എല്ലാവരും ഒരാൾക്ക് വയ്യെങ്കിൽ അടുത്ത ആളതങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 കോർഡിനേറ്റേഴ്സ് വേറൊന്നിനുമില്ല. 2 കോർഡിനേറ്റേഴ്സ് ഇപ്പോ തസ്മിയും ശരണ്യാണെന്ന് വിചാരിക്കുക. ഇവരുടെ അടുത്ത് മറ്റുള്ളവർ ചെന്നിട്ട് ഞാൻ അടുത്ത ദിവസം പ്രെയർ പറഞ്ഞോളാം. നീനു പറയുന്നവരോട് നാളെ ഞാൻ പ്രെയർ ആണ് കേട്ടോ. അടുത്ത ആള് പറയുന്നു, സരീഫ് പറയുന്നു ഞാൻ തോട്ട് ഫോർ ദ ഡേ ഞാൻ പറയാം. വിദ്യ പറയണു ഞാൻ സൈൻ ഇൻ ചെയ്യാം. അടുത്ത ആള് പറയുന്നു, ഇത്രയും പേരുടെ പേരെ കാണുന്നുള്ളൂ കേട്ടോ. അടുത്ത ആള് പറയുന്നു, രമ്യ പറയുന്നു ഞാൻ സൈൻ ഔട്ട് ചെയ്യാം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ റെഡിയായി വരുമ്പോ കോർഡിനേറ്റേഴ്സിന് എളുപ്പം. അവർക്ക് ആ ആൾക്കാർ അന്ന് റെഡിയാണോ, ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വേറൊരാള് വന്ന് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു വരാനായിട്ട് നിൽക്കണം. കോർഡിനേറ്റേഴ്സ് ആ ആഴ്ചയൊന്നും ചെയ്യണ്ട. ഇവരുടെ അടുത്ത് നമ്മൾ ചെന്ന് പറയുക ഞാൻ ചെയ്യാം ഇന്ന ദിവസം പേര്. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച വേറെ 2 പേര് കോർഡിനേറ്റേഴ്സ് ആവും. അങ്ങനെ എല്ലാവരിലും ഈ ചാൻസ് വരണം. ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്, എപ്പോഴും കിട്ടില്ല. ഉപയോഗിക്കുക, മാക്സിമം ഉപയോഗിക്കുക. നമുക്കൊരു പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ശരിയാവട്ടെ. അങ്ങനെ വരുമ്പോഴല്ലേ മുന്നിൽ ഒരു 10-20 പിള്ളേർ വന്നിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കൊച്ചുകുട്ടികൾ നമ്മളെന്താ പറയണേന്ന് ആകാംക്ഷയോടുകൂടെ നോക്കിയിരിക്കും. നമ്മളവരുമായിട്ട് എൻഗേജ്ഡ് ആയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര നിരാശയായിരിക്കും. ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെ ആയിരിക്കും വരുന്നത്. ടീച്ചർ ഇപ്പൊ പാട്ട് പാടും, ടീച്ചർ ഇപ്പൊ ഡാൻസ് ചെയ്യും, ടീച്ചർ എന്ത് കഥ പറയും എന്നൊക്കെ വിചാരിച്ചായിരിക്കും വരുന്നത്. നമ്മളുടെ ഓരോ മൂമെന്റ്സും അവർ ശ്രദ്ധിക്കും. അതിന് പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ. മിണ്ടാതിരിക്കരുത്. എല്ലാരും സംസാരിക്കുക, എല്ലാരും പ്രെയർ ചെയ്യുക, എല്ലാരും തോട്ട് ഫോർ ദ ഡേ പറയുക, എല്ലാരും സൈൻ ഇൻ ചെയ്യുക. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് എനിക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന് പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ മെഡിറ്റേഷൻ ഞാൻ ലീഡ് ചെയ്യാം. ആർക്കെങ്കിലും വന്നിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി മെഡിറ്റേഷൻ ചെയ്തു തരാം, നിങ്ങൾ ലീഡ് ചെയ്യുക. മെഡിറ്റേഷൻ ഞങ്ങളെ ഇപ്പൊ പറഞ്ഞു തരാം. നമ്മളെല്ലാരും കൂടെ ക്ലാസ്സിലിരുന്ന് ഒരു 10 മിനിറ്റ് ഒക്കെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാ ദിവസവും ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്നേ വരുള്ളൂ. പിന്നെ വാം അപ്പ് എക്സസൈസസ്, ഫിസിക്കായിട്ട് എല്ലാവർക്കും ജിമ്മിൽ പോയിട്ട് ബോഡി ഫിറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണല്ലോ.
അങ്ങനെയൊന്നും എല്ലാവർക്കും പറ്റില്ല. അപ്പൊ നമ്മളുടെ വീട്ടിലെ ഒരു ലിമിറ്റഡ് സ്പേസിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് കാണിച്ചു തരണോ, അതിന് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് കം ഫോർവേഡ്. നമുക്ക് ഓരോ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാം. പിന്നെ ചിലർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ അറിയായിരിക്കും. ഒരു ദിവസം ക്ലാസ് ഒന്ന് നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയാസ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഞാനും കൂടെ ഇരുന്ന് ചെയ്യാറുണ്ട്. ചില ബാച്ചിലെ കുട്ടികൾ അങ്ങനെ പഠിപ്പിച്ചു തരും. നമ്മളോട് നേരത്തെ അത്ര വിലയുള്ള മെറ്റീരിയൽസ് ഒന്നും ആയിരിക്കില്ല, കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയും. ഞങ്ങൾ എല്ലാവരും അതുമായിട്ട് വന്ന് ക്ലാസ്സിലിരിക്കും. ആള് ക്ലാസ് എടുക്കും, ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കും. അത് ഉണ്ടാക്കി ഫിനിഷ് ആകുമ്പോൾ ഒരു സന്തോഷം അത് ഭയങ്കരല്ലേ. സോ പ്ലീസ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വെനസ്ഡേസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി ഒക്കെ വരുമ്പോഴാണ് ക്ലാസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ ആരെങ്കിലും കേൾപ്പിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഇത്ര നേരം മാം, നമ്മളിപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം സർട്ടിഫിക്കറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓൺലൈൻ ആയിട്ടാണോ? ഇല്ല, നമുക്കിവിടെ ഒരു ഗ്രാൻഡ് കോൺവൊക്കേഷൻ സെറമണി ഒക്കെ നടക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല. ഇൻസ്റ്റഗ്രാമിലൊന്നും കണ്ടിട്ടില്ല അതിന്റെ ഇതൊന്നും? എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കേട്ടോ. കാരണം അത് ഇപ്പതേ 9th ബാച്ചിന്റെ കോൺവെക്കേഷൻ കഴിഞ്ഞുള്ളൂ. നേരിട്ട് നമ്മുടെ ഓഫീസിൽ നമുക്കൊരു വലിയൊരു ഹോൾ ഉണ്ട്. അവിടെ വന്നൊരു സർട്ടിഫിക്കറ്റ് സെറമണി നടക്കും. നിങ്ങൾ ആ ഗൗൺ ഒക്കെ ഇട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് തരുന്നു. അങ്ങനെ പ്രോഗ്രാം നടക്കും. ഇനി വരാൻ പറ്റാത്തവർക്ക് പോസ്റ്റിൽ അയച്ചു കൊടുക്കും. ഇത് എവിടെ? എറണാകുളം ആണോ മാം? നോർത്ത് പറവൂർ. ഓക്കെ, താങ്ക് യു. രമ്യയുടെ വീട് എവിടെയാ? കൊല്ലം. വേണ്ടത് തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്തിട്ട് എല്ലാരും കോൺവെക്കേഷൻ വരുന്നത്. അങ്ങനെ എടുക്കുന്ന മാം നല്ലത്. അതൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ നമ്മുടെ. എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ കോൺവെക്കേഷൻ സെറമണി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കുറെ പേർക്ക് ഞാൻ കൊടുത്തു. പറ്റിയിട്ടില്ല. ആണോ? ബി റെഡി ഫോർ ദാറ്റ്. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലേ. നമ്മള് ജേർണി തുടങ്ങുന്നു, ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ മാം, ഈ പേഴ്സണൽ ഗ്രൂപ്പ് ഒക്കെ ചെയ്യാനെങ്കിൽ എന്താ ചെയ്യാ? വാട്സാപ്പിൽ ഫോൺ നമ്പർ വെച്ചിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യൂ. ഇപ്പൊ എല്ലാരും നമുക്ക് കിട്ടൂലല്ലോ, അപ്പോ എന്താ ചെയ്യാം? നിങ്ങൾ ഓൾറെഡി ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിലില്ലേ? ഓൾറെഡി ഒന്നിലുണ്ട്. അതിലാണ് ഇപ്പോ ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പ്. അതിൽ കുറെ നമ്പർ കാണുമല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കുറച്ച് സമയം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ ചാറ്റ് ബോക്സിൽ ആരെങ്കിലും 2 പേര് നമ്പർ, ആരുടെങ്കിലും ഒരാളുടെ നമ്പറോ 2 പേരുടെയും നമ്പർ ഇടുക. ആ നമ്പറിലേക്ക് മറ്റുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്യുക. ഇച്ചിരി ഒന്ന് ആഡ് ചെയ്ത് ഗ്രൂപ്പായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. ഒന്ന് ആഡ് ചെയ്യാനുള്ള ഒരു സമയമുള്ളൂ. എത്ര പേരുണ്ട് ഗ്രൂപ്പിൽ ശരിക്കും? ആ ഗ്രൂപ്പിൽ ഇപ്പൊ എത്ര പേരുണ്ടെന്ന് കറക്റ്റ് അറിയില്ല, നോക്കണം. 35 പേര്. ഇതിലല്ല, മറ്റേ വാട്സപ്പിലുള്ള മെയിൻ ഗ്രൂപ്പില്. അപ്പൊ ഇതില് 2 ടീമില്ലേ? PG-ക്കാരുണ്ട്, ഡിപ്ലോമക്കാരും ഉണ്ട്. 2 ആൾ. അപ്പൊ കുറച്ച് ചാപ്റ്റർ കഴിഞ്ഞാൽ 2 മാറൂലേ? രണ്ടായി മാറില്ല. ഒറ്റ ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കും. PG-ക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അവരെ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഒഫീഷ്യലി ആക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ തന്നെ നിന്നാൽ മതി. ഒരു ഗ്രൂപ്പ് ചെയ്താൽ മതി മൊത്തത്തില്. അതെ അതെ. ഡിപ്ലോമ വരെയുള്ള കാര്യങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ വരുന്ന ഗ്രൂപ്പിൽ വരും. അത് കൂടാതെ ഈ ലാസ്റ്റ് നമ്മുടെ കോഴ്സ് തീരുന്നതിന് 3 months മുമ്പാണ് PG-യുടെ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പൊ അവർക്ക് മാത്രമായിട്ടൊരു ഗ്രൂപ്പ്. അത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ബാച്ച് ഒക്കെ ആയിട്ട് കമ്പൈൻഡ് ആയിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ PG-യുടെ ക്ലാസ് ഇപ്പൊ പുതിയത് തുടങ്ങിയേക്കണേ 12, 13, 14 ഈ 3 ബാച്ച് കമ്പൈൻഡാ. അതുപോലെ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ 20, 21 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും 3 ബാച്ചോ 2 ബാച്ചോ കമ്പൈൻഡ് ആയിരിക്കും. അതൊരു ഒഫീഷ്യൽ ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പ് ലൈവായിട്ട് തന്നെ അങ്ങ് വെച്ചോളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പ്രശ്നമൊന്നുമല്ല, നമ്മൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലെ. അഭിപ്രായങ്ങൾ നമ്മൾ പറയുക, സോർട്ട് ഔട്ട് ചെയ്യുക. അത് പക്ഷെ കോൺഫ്ലിക്ട്സും കൺഫ്യൂഷനും ആയി മാറരുത്. ഒരു വഴക്ക് പോലെയൊന്നും വരരുത്. നമ്മളത് സോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു രീതിയിൽ ഒരു വളർത്തുന്ന ഒരു ഗ്രൂപ്പായി മാറുക. സോ 115 പേരുണ്ട്. ജസ്റ്റ് ഡു വൺ തിങ്. ആരുടെങ്കിലും 2 നമ്പർ അങ്ങ് ഇടുക, മറ്റുള്ളവർ ആ നമ്പർ കോപ്പി ചെയ്യുക. ആ നമ്പറിലേക്ക് നിങ്ങളുടെ നമ്പർ അയച്ചിട്ട് ഇന്ന ബാച്ച് ആണെന്ന് പറയുക. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലാസ് എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് കിട്ടില്ല, അല്ലെങ്കിൽ പിൻ ചെയ്ത് അങ്ങനെ വെക്കണം.
യെസ്, ശരണ്യയുടെ നമ്പറാണോ ഇടാൻ പോന്നേ? ശരണ്യ ഒരു ഹാൻഡ് റൈസ് ചെയ്തു. ഇതേ ചോദിക്കാണ്ടോ ശരണ്യ? സെൻഡ് ഔട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നമ്പർ കളക്ട് ചെയ്യും പ്ലീസ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. തസ്നിയ അല്ലെ, തൻസിയ, തസ്നിയ, യെസ്, തസ്നിയ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ എല്ലാവരും ഒന്ന് എടുത്തിട്ട് ഒന്ന് സേവ് ചെയ്തിട്ട് തസ്നിയെന്ന് ഹായ് കൊടുത്ത് പേരും പറഞ്ഞൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ. അപ്പോ തസ്നിയ ആഡ് ചെയ്യും. തസ്നിയ ആ ഒരു ജോലി വേറൊരാളും കൂടെ ഏൽപ്പിക്കുക. ഒറ്റയ്ക്ക് ചെയ്യണ്ട, 2-3 പേരും ചേർന്നിട്ട് കുറെ പേരുടെ നമ്പർ കളക്ട് ചെയ്ത് ആഡ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് ഗ്രൂപ്പ് ആവും. എല്ലാരും നോട്ട് ചെയ്തോ തസ്നിയുടെ നമ്പർ? ലിയേം നമ്പർ ഇട്ടിട്ടുണ്ട്, ബിന്ദുജ നമ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ്. ഈ 3 പേരുടെ നമ്പർ ബാക്കിയുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും നിങ്ങളും പരസ്പരം നോട്ട് ചെയ്ത് വെക്കുക. തസ്നിയ ലിയയുടെയും ബിന്ദുജയുടെ എടുക്കുക, മറ്റു രണ്ടുപേരും അതുപോലെ തന്നെ നമ്പർ എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് നിങ്ങൾ പരസ്പരം ഒന്ന് കോൺടാക്ട് ചെയ്ത് എല്ലാവരും ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. എനിവേ നമ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, തമ്മിൽ പിന്നീട് ഒന്ന് കോൺടാക്ട് ചെയ്യൂ ത്രൂ വാട്സ്ആപ്പ് ഓർ വട്ടവർ ഏത് മീഡിയ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിലൊന്ന് കോൺടാക്ട് ചെയ്യും. എല്ലാവർക്കും വാട്സ്ആപ്പ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, നമ്പർ എടുത്തോ? നമ്പർ കളക്ട് ചെയ്തോ? എന്നിട്ട് ഇനി നിങ്ങൾ പരസ്പരം ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളവർ ആ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്ത് ആരുടെങ്കിലും ഒരാളുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലെ നമ്പർ അല്ലേ ഇട്ടിരിക്കുന്നേ? അതെ, വാട്സാപ്പിലെ നമ്പറാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? ക്ലാസ്സിന് താങ്ക് യു പറഞ്ഞ് ബൈ പറയാൻ ആരെങ്കിലും റെഡിയാണോ? നിങ്ങളുടേതായ സ്റ്റൈലിൽ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാരും മ്യൂട്ട് ചെയ്തു. ഓക്കെ ഫൈൻ, സോ താങ്ക് യു സോ മച്ച്. ഞാനങ്ങ് സൈൻ ഔട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദി വണ്ടർഫുൾ ടൈം ആൻഡ് വി വിൽ മീറ്റ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ വെനസ്ഡേ നമ്മൾ കാണാം. ബൈ. Bye. Thank you, Miss, for the beautiful. Thank you, ma'am. Thank you, ma'am. സ്നേഹയുടെ നമ്പർ കൂടെ വന്നിട്ടുണ്ടേ, ഒന്ന് നോക്കിയേക്കണേ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, miss. സുജലബി പേരാണോ? സുജലബി എന്നാണോ പേര്? ഒരു പേര് മലയാളത്തിൽ കണ്ടപ്പോ വായിക്കുന്നുള്ളൂ കേട്ടോ. സുജല. സുജല. ഈ ബാക്കി എന്താ? എനിക്ക് സുജലബി വരെ കാണുന്നുണ്ടായിരുന്നു. ആണോ? സുജല ബിനു ഗൂഗിൾ ഓ, അക്കൗണ്ട്. ശരി. കുറച്ച് ലെറ്റേഴ്സ് അല്ലേ വരുള്ളൂ, അതാണെന്ന് തോന്നുന്നു. അതെ. കൂടെ കുട്ടി ഇരുന്ന് ക്ലാസ് കാണുവാണോ? ഇല്ല, കുട്ടി സ്കൂളിൽ നിന്ന് വന്നതാ ഇപ്പൊ. വന്നതാണോ? KG സെഷനാ. ആ, ഓക്കെ മാം.